നമ്മുടെ പ്രിയപ്പെട്ട സുദീപ് കുമാറാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത്. കൊണ്ടോരാം കൈതോലപ്പായ കൊണ്ടുവാം അന്ത്യാളൻ കാവിൽ കൊണ്ടുവാം. ഇപ്പോഴത്തെ സിനിമകളിൽ വളരെ റിയലിസ്റ്റിക് ആണ്. അപ്പോൾ അങ്ങനെ സിനിമകളിൽ പാട്ടുകൾ കൃത്രിമമായിട്ട് കുത്തി കേറ്റാനായിട്ട് ഇപ്പോഴത്തെ ഡയറക്ടേഴ്സിന് താല്പര്യമില്ല. പക്ഷേ എനിക്ക് ചിലപ്പം വിഷമം തോന്നിയിട്ടുണ്ട്. വളരെ നല്ല പാട്ടുകൾ ഉൾപ്പെടുത്താമായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള സന്ദർഭങ്ങളുള്ള സിനിമകളിൽ അത്ര നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സംഗീതം കിട്ടാതെ വരുമ്പോൾ നമുക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ഇലഞ്ഞിപ്പൂ മണമൊഴുകി വരുന്നു, ഇന്ദ്രിയങ്ങളിലതു പടരുന്നു. കൊണ്ടോരാം കൈതോലപ്പായ കൊണ്ടോരാം. ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് 25 വർഷത്തിന് മുകളിലെത്തി നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുദീപ് കുമാറാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത്. നമുക്ക് സുദീപേട്ടനെ പരിചയപ്പെടാം. നമസ്കാരം സുദീപ്. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ പാട്ടുകൾ റെക്കോർഡിംഗ് നടക്കുന്നു, പരിപാടികൾ നടക്കുന്നു. അതൊക്കെ തന്നെ എപ്പോഴും ഉള്ള വിശേഷം തന്നെ ഇപ്പോഴും ഉള്ളത്. പിന്നെ ഓണത്തിന് കഴിഞ്ഞ തവണത്തെ പോലെ അത്രയും പരിപാടികളില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ഗവൺമെന്റിന്റെ റെസ്ട്രിക്ഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് ഗവൺമെന്റ് പ്രോഗ്രാംസ് ഒഴിവായി ഈ വർഷം. പക്ഷെ അല്ലാതെയുള്ള പരിപാടികൾ അവിടെ ഇവിടെ ആയിട്ടുണ്ട്. പ്രവാസികൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് അവരുടെ പരിപാടികൾക്ക് ഇനിയിപ്പോൾ അടുത്ത ഒരു വർഷം വരെ ഓണത്തിന്റെ പരിപാടികൾ പക്ഷെ അതൊക്കെ കുറച്ച് റെസ്ട്രിക്റ്റഡ് ആയിട്ടുണ്ട്. ഒരുപാട് സഹായങ്ങൾ പ്രവാസ ലോകത്തുനിന്ന് നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആ ഫണ്ടൊക്കെ അതിന് ഉപയോഗിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കലാകാരന്മാർക്ക് അത് ബാധിക്കും, പരിപാടികളുടെ എണ്ണം കുറയും. അപ്പോൾ 25 വർഷമായില്ലോ ഇപ്പോൾ സുദീപേട്ടൻ ഇൻഡസ്ട്രിയിൽ വന്നിട്ട്. ഇപ്പോൾ ഏതാണ്ട് യേശുദാസ് സാർ മുതൽക്കുള്ള ആ ഒരു അത്രയും ലെജൻസ് ആയിട്ടുള്ള പാട്ടുകാരുടെ കൂടെ പാടി ആ കാലഘട്ടവും ഇപ്പം പുതിയ സംഗീതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുള്ള സമയമാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടവും ഈ കാലഘട്ടത്തിലൂടെയും സഞ്ചരിക്കുമ്പോൾ സുദീപേട്ടൻ എന്നുള്ള ഗായകനിൽ എന്തൊക്കെ മാറ്റങ്ങളാണ്? അതൊരു സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ആയിരുന്നോ? എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഏതൊരു കലാകാരൻ്റെയും ജീവിതം മുന്നോട്ട് പോകുന്നത് സ്ട്രഗിളിലൂടെ തന്നെ. അപ്പം തുടങ്ങിയ കാലത്ത് നമ്മൾ വിചാരിക്കും, തുടങ്ങുന്ന സമയത്ത് എങ്ങനെ ഇതിലേക്ക് എത്തിപ്പെടും എന്നുള്ള സ്ട്രഗിൾ, പിന്നെ ഇത് നമ്മളെ ഒന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ട്രഗിൾ, പിന്നെ നിലനിന്ന് പോകാനുള്ള സ്ട്രഗിൾ, പിന്നെ ഒരു കുറച്ച് കാലം കൂടെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇത് നമുക്ക് വീണ്ടും നമ്മളുടെ ഈ നിലനിന്ന് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ വീണ്ടും നല്ല നല്ല പാട്ടുകൾ നമ്മുടെ കരിയറിൽ ഉണ്ടായാലേ നമ്മുടെ ആ ഒരു വാല്യൂ ഇങ്ങനെ എപ്പോഴും അങ്ങനെയാണല്ലോ. ഒരു കലാകാരനെ ആളുകൾ വിലയിരുത്തുന്നത് എപ്പോഴും അവർ ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ നല്ല നല്ല പാട്ടുകൾ പാടാനുള്ള അവസരങ്ങൾ കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, ഇത് ഏറ്റവും എൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം എന്ന് വിചാരിച്ചാണ് ഓരോ പാട്ടും പാടുന്നത്. അത് പാടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ തോന്നും, ഓ അതല്ല ഇതിലും വലുതെന്തോ, അതിനൊക്കെ നല്ലത് നമ്മൾ ചെയ്യാനുണ്ട്. നമുക്ക് അത് നമ്മുടെ പഠനത്തിൻ്റെ ഭാഗമാണ്, നമ്മുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ്. നമുക്ക് ആദ്യകാലങ്ങളിൽ പാടിയ പാട്ടുകളൊന്നും തൃപ്തിയല്ലാതെ വരും ഓരോ വർഷം കഴിയും തോറും. അങ്ങനെയാണ് ഓരോരുത്തരും വളരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയാനാണ്, എന്നെ മാത്രമല്ല ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട പാട്ടുകാരെ ആരോട് ചോദിച്ചാലും നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ഈ ലെജൻഡറി ആയിട്ടുള്ള മ്യൂസിക് കമ്പോസേഴ്സിൻ്റെ, ലെജൻഡറി ആയിട്ടുള്ള എഴുത്തുകാരുടെ, അതുപോലെ തന്നെ അവരുടെ പാട്ടുകൾ പാടി വന്ന ഗായകരെ അവർ പരിഗണിച്ചതുപോലെ അടുത്ത തലമുറയിൽ നമ്മളെയൊക്കെ പരിഗണിച്ച് ഇങ്ങനെ പതുക്കെ കൊണ്ടുവന്ന് അങ്ങനെ വന്നവരാണ് ഞങ്ങളൊക്കെ. അങ്ങനെ വന്നിട്ട് നമുക്ക് സിനിമയിൽ ഈ മില്ലേനിയത്തിൻ്റെ തുടക്കത്തിലാണ് ഒരു മാർക്കുണ്ടാക്കാൻ സാധിച്ചത്. പുതിയ മില്ലേനിയത്തിലെ പാട്ടുകാരാണ് എൻ്റെ തലമുറയിൽപ്പെട്ടവരെല്ലാവരും തന്നെ. അപ്പം ഞങ്ങളെല്ലാവരും ഈ പുതിയ മില്ലേനിയത്തിൽ കടന്നു വരുമ്പോൾ സംഗീതത്തിൽ അതിന് മുമ്പുണ്ടായിരുന്ന 25 വർഷം എന്ന് പറയുന്നത് മലയാള സിനിമയിലെ ഗോൾഡൻ പീരീഡാണ്. അപ്പോൾ ആ ഗോൾഡൻ പീരീഡിലുണ്ടായ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ലോക സംഗീതത്തിൽ നമുക്ക് ഏതൊരു സംഗീത ശാഖയോടും കിടപിടിക്കാവുന്ന നിലവാരം എഴുത്തിലും
സംഗീതത്തിലും ആലാപനത്തിലും നമ്മുടെ പാട്ടുകൾക്കുണ്ടായിരുന്നു. അത്രയും ക്ലാസിക് പാട്ടുകൾ കേട്ടും പഠിച്ചുമാണ് നമ്മൾ വരുന്നത്. നമ്മൾ പിന്നീട് വന്ന് പിന്നീട് സിനിമയുടെ സ്വഭാവം മാറുന്നു, ഗാനങ്ങളുടെ സ്വഭാവം മാറുന്നു. ഇപ്പോൾ സിനിമ വേറൊരു രീതിയിലാണ് പോകുന്നത്, പാട്ടുകളുടെ സ്വഭാവമൊക്കെ മാറി. അപ്പോൾ പുതിയ കാലത്തിനനുസരിച്ച് പുതിയ കാലത്തെ സിനിമകൾക്കനുസരിച്ച് പാട്ടുകൾ ഉണ്ടാകുമ്പോൾ അതിൽ നല്ല പാട്ടുകൾ ഉണ്ടാവണമേ എന്നും നമ്മളെ പാടാൻ വിളിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുന്നു. സുധീപേട്ടൻ്റെ ഉള്ളിൽ ഒരു കുട്ടി കലാകാരൻ ഉണ്ട് എന്നുള്ളത് ആരാണ് അത് കണ്ടുപിടിച്ചത് വീട്ടില്? അച്ഛനും അമ്മയ്ക്കും ഒക്കെ കലയിൽ താല്പര്യമുള്ള ആളുകളായിരുന്നു. അച്ഛൻ നന്നായിട്ട് പാടുമായിരുന്നു. അച്ഛൻ പാടില്ല? ശരിയാ. അച്ഛൻ പാടുകയും സാഹിത്യത്തിലും സംഗീതത്തിലും ഒക്കെ താല്പര്യമുള്ള ആളായിരുന്നു. അതുപോലെ അമ്മയുടെ ഫാമിലിയിലും അപ്പൂപ്പനും സാഹിത്യത്തിലും വലിയ താല്പര്യമുള്ള ആളായിരുന്നു. അമ്മമാരും ഒക്കെ പാടും. അതുകൊണ്ട് തന്നെ ഞാൻ ജനിക്കുന്ന സമയത്ത്, ഇപ്പോൾ സ്വാതിരുന്നാൾ മഹാരാജാവ് ഗർഭസ്ഥനായിരുന്ന സമയത്ത്, അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഉദരത്തിൽ കഴിയുന്ന സമയത്ത് അദ്ദേഹത്തെ താരാട്ട് പാടി ഉറക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പാട്ടാണല്ലോ ഓമനത്തിങ്കൾ കിടാവ് ഹേമന്തം, അങ്ങനെ ഒരു കഥയുണ്ടല്ലോ. എന്ന് പറഞ്ഞ പോലെ അന്ന് അങ്ങനെ എൻ്റെ അച്ഛൻ വിചാരിച്ചത് ഞാൻ ജനിക്കുമ്പോൾ എനിക്ക് കേൾക്കാൻ വേണ്ടി ഒരു പുതിയ റേഡിയോ വാങ്ങിച്ചു. അപ്പോൾ അമ്മ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എന്നും പാട്ട് കേൾപ്പിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ അച്ഛൻ പാട്ടിൽ താല്പര്യമുള്ള ആളുകൊണ്ട് സ്വാഭാവികമായിട്ട് എപ്പോഴും അങ്ങനെയാണല്ലോ. കുഞ്ഞുണ്ടാകുമ്പോൾ ആ കുഞ്ഞിനൊരു സംഗീതം ഞാൻ ഉണ്ടാവണം, പാട്ട് വേണം എന്നൊക്കെ ആഗ്രഹിക്കുമല്ലോ. അങ്ങനെ സ്വാഭാവികമായിട്ട് ഏതൊരു മാതാപിതാക്കളും ചിന്തിക്കുന്നത് പോലെ എൻ്റെ അച്ഛനും അമ്മയും ചിന്തിച്ചന്ന് എൻ്റെ വീട്ടിൽ ഒരു റേഡിയോ, ഈ വാൽവ് റേഡിയോ ഉണ്ടല്ലോ അന്നത്തെ, വാൽവ് റേഡിയോ എന്ന് പറയും. മീനാക്ഷിക്ക് ഒരു പക്ഷേ അറിയണമെന്നുണ്ടാവില്ല, പഴയ ആളുകൾക്കൊക്കെ മനസ്സിലാക്കട്ടെ. പണ്ട് റേഡിയോയിൽ ഒരു വാൽവ് ഉണ്ട്. ആ വാൽവ് ചൂടായി വന്നു കഴിയുമ്പോഴേ റേഡിയോ വർക്ക് ചെയ്യുള്ളൂ. മാത്രമല്ല അന്ന് റേഡിയോയ്ക്ക് ലൈസൻസ് വേണമായിരുന്നു. ലൈസൻസ് ബുക്കൊക്കെ ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് കുഞ്ഞിലെ. എനിക്ക് അത്ര പ്രായമൊന്നുമില്ല കേട്ടോ, ആള് വിചാരിക്കുന്നത് വളരെ പ്രായമുള്ള ഒരു മനുഷ്യനോടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അന്ന് അങ്ങനെ ആ റേഡിയോയിൽ പാട്ടുകൾ കേട്ടു. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് റേഡിയോയിൽ പാട്ട് കേൾക്കുന്നതാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അച്ഛൻ പാടും, അമ്മ അത്ര പാടില്ല, പക്ഷേ ഈ റേഡിയോയിൽ വരുന്ന പാട്ടുകളൊക്കെ അമ്മ എഴുതിയെടുക്കും. അതുപോലെ ഈ ചലച്ചിത്ര ഗാനങ്ങൾ വരുന്ന പാട്ടുകൾ ഒരു തവണ വരുമ്പോൾ എഴുതിയിട്ട് അമ്മ ഒരു ബുക്ക് വെച്ചിട്ടുണ്ട് റേഡിയോയുടെ അടുത്ത്. അപ്പോൾ അതിൽ ബുക്കിൽ പാട്ട് എഴുതിയിട്ട് പല്ലവി എഴുതിയെടുത്തിട്ട് അപ്പോൾ ആ പാട്ട് തീർന്നു പോകും. ടേപ്പ് റെക്കോർഡർ ഒന്നുമില്ല. പിന്നെ അടുത്ത പ്രാവശ്യം റേഡിയോയിൽ വരുമ്പോൾ അനുപല്ലവി കേൾക്കുമ്പോൾ അവിടെ എഴുതും. അങ്ങനെ 3-4 പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ ഈ പാട്ട് എഴുതി വെക്കും. അപ്പൊ ഈ ബുക്കിൽ ഇങ്ങനെ കുറെ പാട്ടുകൾ ഉണ്ടാവും. ഇപ്പൊ ഒന്നുമില്ല, പണ്ടൊക്കെ വീട്ടിൽ കണ്ട ഓർമ്മയാണ് ഞാൻ പറയുന്നത്. പിന്നെ അച്ഛൻ ഇങ്ങനെ റേഡിയോയിൽ ലളിത സംഗീത പാഠം കേട്ടിട്ട് അച്ഛൻ പഠിക്കും. എന്നിട്ട് ആ പാട്ടുകൾ എനിക്ക് പഠിപ്പിച്ചു തരും. അങ്ങനെ ഞാൻ സ്കൂളിലൊക്കെ കോമ്പറ്റീഷൻസൊക്കെ പാടി. അപ്പോൾ കുട്ടിക്കാലത്ത് തന്നെ ചെറിയ രീതിയിൽ എപ്പോഴാണ് തിരിച്ചറിഞ്ഞതെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല. പക്ഷേ ഒരു 5-6 വയസ്സുള്ളപ്പോഴൊക്കെ സ്കൂളിൽ ക്ലാസ്സുകളിലൊക്കെ ഞാൻ സിനിമ പാട്ടുകളൊക്കെ പാടുമായിരുന്നു. പിന്നെ ഒരു 3-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് ലളിതഗാന മത്സരത്തിനൊക്കെ. അപ്പോഴൊക്കെ അച്ഛൻ തന്നെയാണ് പാട്ടുകൾ പഠിപ്പിക്കുന്നത്. അന്ന് ഞങ്ങൾ കുട്ടനാട്ടിലാണ്, ആലപ്പുഴയിലെ കൈനഗിരി എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ്. കുട്ടനാടെന്ന് അറിയാലോ, ചുറ്റും വെള്ളമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതെ, പക്ഷെ പ്രകൃതി രമണീയൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ യാത്രാ സൗകര്യം അന്ന് തീരെ ഇല്ല. എന്താ വെച്ചാൽ ബോട്ടിൽ വേണം പോകാൻ. അന്ന് ആലപ്പുഴയിൽ നിന്ന് 1 മണിക്കൂർ ബോട്ടിൽ കയറിയാലേ കൈനഗിരിയിൽ എത്തുള്ളൂ, തിരിച്ചും. അപ്പോൾ എന്ത് കാര്യത്തിനും, അത് ബോട്ടെന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റിലും ബോട്ടൊന്നും ഇല്ല. 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ കഴിഞ്ഞൊക്കെയാണ് ഒരു ബോട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള യാത്രാ സൗകര്യങ്ങൾ കുറവുള്ള ഒരു സ്ഥലത്തായിരുന്നു. പിന്നെ ഞാനൊരു 6 വയസ്സുള്ള സമയത്ത് അപ്പോൾ തന്നെ ഞങ്ങൾ അവിടുന്ന് ആലപ്പുഴയിൽ നിന്ന് കുട്ടനാട്ടിൽ നിന്ന് പോന്നു. അച്ഛന് ട്രാൻസ്ഫറായിട്ട് പല സ്ഥലങ്ങളിൽ ജോലി, തിരുവനന്തപുരം, പിന്നെ ആലപ്പുഴ ടൗണിൽ വന്ന്. പിന്നെ ടൗണിൽ നിന്ന് അധികം ദൂരമില്ല, 5 കിലോമീറ്റർ ദൂരെയാണ് പുന്നപ്ര പഞ്ചായത്തിലെ പറവൂർ എന്ന സ്ഥലത്താണ് 10 വയസ്സ് മുതൽ ഞാൻ പഠിച്ചതൊക്കെ. അപ്പോൾ ആ സമയത്താണ് മ്യൂസിക് പഠിച്ചത്. ശരി. അപ്പം അവിടുത്തെ സ്കൂൾ കലോത്സവത്തിലൊക്കെ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് രസം വെച്ചാൽ കൈനഗിരിയിൽ കുട്ടനാട്ടിൽ ഒരു മ്യൂസിക് ടീച്ചറെ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി അച്ഛൻ നോക്കിയിട്ട് കിട്ടിയില്ല. അന്ന് ആരും അവിടെ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല, പ്രൊഫഷണൽ പഠിപ്പിക്കാൻ പറ്റുന്ന ആളുകളുണ്ടായിരുന്നില്ല. അന്ന് അവസാനം ഒരു ഡാൻസ് ടീച്ചറിനെ കണ്ടുപിടിച്ചു. അപ്പോൾ ഒരു മാഷ്, അദ്ദേഹം ഡാൻസ് മാഷാണ്, ഒരുപാട് സ്റ്റുഡൻസ് ഉള്ള ഒരു മാഷാണ്. എന്നാൽ പിന്നെ നീ ഡാൻസ് പഠിക്കുമെന്ന് പറഞ്ഞിട്ട് എന്നെ ആദ്യമായിട്ട് ഞാൻ പഠിക്കാൻ ചേരുന്നത് ഭരതനാട്യമാണ്. ഭരതനാട്യം പഠിച്ചു തുടങ്ങി. വലിയ അത്ഭുതം. ഡാൻസിലേക്ക് താല്പര്യം ഉണ്ടായിരുന്നോ? നമുക്കിപ്പോ 6 വയസ്സും 5 വയസ്സിലും ഏത് കൊച്ചു പിള്ളേരും വീടിന്റെ മുറ്റത്ത് കളിക്കുന്ന പോലെ കളിച്ചിട്ടുണ്ടാവും. ആൺകുട്ടികളെ ഡാൻസ് പഠിക്കുമ്പോൾ അങ്ങനൊന്നും ചിന്തിച്ചിട്ടല്ല. അന്ന് അവിടെ പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഡാൻസേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം അച്ഛൻ്റെ ഫ്രണ്ടായിരുന്നു. അതുകൊണ്ട് എന്നെ കൂടി ഡാൻസ് പഠിക്കാൻ ചേർത്തു. കുറച്ച് കാലം ഭരതനാട്യമൊക്കെ പഠിച്ചു. ഭരതനാട്യം പഠിച്ചുകൊണ്ട് അത് തുടർന്ന് പോകാൻ പറ്റിയില്ല. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഉടനെ തന്നെ അവിടെ നാട് വിട്ടങ്ങ് മാറിയോടെ അത് മുടങ്ങിപ്പോയി. പക്ഷെ 2 അത്ഭുതങ്ങളാണ് അവിടെ സംഭവിച്ചത്. ഒന്നെന്ന് പറയുന്നത്, എൻ്റെ ഗുരുവിൻ്റെ പേര് ദേവരാജൻ എന്നായിരുന്നു, ഡാൻസ് മാസ്റ്ററുടെ പേര്. അപ്പോൾ ആദ്യത്തെ ഗുരുവിൻ്റെ പേര് ദേവരാജൻ എന്നാണ്. വർഷങ്ങൾക്ക് ശേഷം ഞാൻ
മ്യൂസിക് മാസ്ട്രോ ദേവരാജൻ മാസ്റ്ററുടെ മുന്നിൽ എത്തിപ്പെടുന്നു. അതെ 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 അദ്ദേഹമാണ് ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ കാണുന്ന ഞാൻ എന്ന് പറഞ്ഞ പാട്ടുകാരനെ മോൾഡ് ചെയ്തതിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയ ഗുരുക്കന്മാരിൽ ഒരാൾ, ഗുരു എന്ന് പറയാം. അതുപോലെ തന്നെ ഭരതനാട്യം എന്നുള്ളത് അവിടെ തുടങ്ങി അവിടെ ഉപേക്ഷിച്ചെങ്കിലും വർഷങ്ങൾക്ക് ശേഷം ഭരതനാട്യം നർത്തകിയെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് പിന്നെയും ഡാൻസ് വന്നു. അത് രണ്ടുമാണ് അത് സംഭവിച്ചിട്ടുള്ള കാര്യം. ശരി. അപ്പൊ ഭരതനാട്യം അവിടെ അരങ്ങേറ്റം ചെയ്തിട്ടില്ലായിരുന്നു? ഇല്ല, ഞാൻ കുറച്ച് കാലം പഠിച്ചിട്ടുള്ളൂ. കുറച്ച് സ്റ്റെപ്പുകളൊക്കെ പഠിച്ചു എന്നുള്ളതേ ഉള്ളൂ. പിന്നീട് എനിക്ക് തോന്നി അതല്ല എന്റെ വഴി. പക്ഷെ അത് എന്നാൽ ജീവിതത്തിന്റെ ഭാഗമായി വന്നോ എന്ന് ചോദിച്ചാൽ വന്നു. അത് കറക്റ്റാണ്. അപ്പൊ കോളേജ് സമയത്തും ഇങ്ങനെ കോളേജ് യൂത്ത് ഫെസ്റ്റിവലിലും സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലും കോളേജ് യൂത്ത് ഫെസ്റ്റിവലൊക്കെ എല്ലാ അക്കാലത്ത് പാടിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല, കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പാടിയിട്ടുണ്ട്, കുറെ ട്രാക്സ് ഒക്കെ പാടിയിട്ടുണ്ട്. അതിനുമ്പ് ഗാനമേളയായിരുന്നു അന്നത്തെ. ഗാനമേളയ്ക്ക് പാടാൻ ഒരു പരിപാടിക്കെങ്കിലും പാടാൻ സാധിക്കണേ എന്ന് ആഗ്രഹിച്ച് ഒരുപാട് കൊതിച്ച സമയങ്ങളാണ്. ഒരു പ്രീ ഡിഗ്രി സമയത്തൊക്കെ എന്ന് വെച്ചാൽ ഈ 90s തുടക്കം എന്ന് പറയുന്നത് പാട്ടുകൾ കൊണ്ട് ഉത്സവമായിരുന്നു ഓരോ സിനിമകളും. 92 ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്നത്. അന്നത്തെ സിനിമകൾ എന്ന് പറഞ്ഞാൽ ഹിസ് ഹൈനസ് അബ്ദുള്ള 5 പാട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഗന്ധർവൻ, അതിനകത്ത് 3 പാട്ടുണ്ട്. അപ്പോൾ ദേവി ദേവാങ്കണങ്ങൾ, അല്ല ഹിസൈനസ് അബ്ദുള്ളയിൽ തുബടി മാഷാ അള്ള കഹെ അബ്ദുള്ള, പിന്നെ മറ്റേ പ്രമദവനം, വീണ്ടും ഗോപികാ വസന്തം, ദേവസഭാതലം, ഇതെല്ലാം കേട്ടിട്ട് ഉടനെ അടുത്ത സിനിമ വരുന്നു അമരം. അതിൽ വികാരനൗകയുമായി അഴകെ പുലരെ പൊങ്കോടിയിൽ. അത് കഴിയുമ്പോൾ ധനം വരുന്നു, ആനയ്ക്കെടുപ്പത് പൊന്നുണ്ട്, ചീരപ്പൂവ്. അത് കഴിയുമ്പോൾ ക്ഷണക്കത്ത് വരുന്നു, അതിൽ ആകാശദീപം. അല്ലെങ്കിൽ ഇങ്ങനെ പാട്ട് കൊണ്ട് ഇങ്ങനെ നമ്മുടെ സിനിമ സമൃദ്ധമായ ഒരു കാലമാണ്. ഇത് പാട്ട് കേട്ടും പാടിയും ഇങ്ങനെ തലയ്ക്ക് ലഹരി പിടിക്കാന്ന് പറഞ്ഞ പോലെ ആ പാട്ടുകളായിരുന്നു എൻ്റെ ലഹരി. അങ്ങനെ എനിക്ക് എപ്പോഴെങ്കിലും എൻ്റെ ഒരു കൂട്ടുകാരോട് ഞാൻ പറയും, എടാ എനിക്കിപ്പോൾ 17 വയസ്സായി, 27 വയസ്സാവുന്നതിന് മുമ്പ് എന്നെങ്കിലും എനിക്കൊരു ഗാനമേളയ്ക്ക് പാടണം. അതായിരുന്നു എൻ്റെ ടാർഗറ്റ്. പക്ഷേ 17 വയസ്സെന്ന് പറയുന്നത് ഞാൻ ആ സമയത്തൊക്കെ ഓർക്കസ്ട്ര കോളേജിൽ വരും, അവരുടെ കൂടെ ഒക്കെ പാടും. ഈ പ്രീ ഡിഗ്രി എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ ഞാനൊരു പ്രൊഫഷണൽ ട്രൂപ്പിൽ പാട്ടുകാരനായിട്ട് ജോയിൻ ചെയ്തു. ബ്ലൂ ഡയമണ്ട്സ് ഓർക്കസ്ട്ര എന്ന് പറഞ്ഞാൽ അക്കാലത്തെ ആലപ്പുഴയിലെ നല്ല കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഗാനമേള ട്രൂപ്പായിരുന്നു. അപ്പോൾ അതിലൊരു ജൂനിയർ പാട്ടുകാരനായിട്ട് ഞാൻ ജോയിൻ ചെയ്യുന്നു. തുടർന്ന് പിന്നെ ആലപ്പുഴയിൽ ഒരുപാട് ഗാനമേള ട്രൂപ്പുകൾ ഇഷ്ടംപോലെ ഉണ്ട് ആ സമയത്ത്. ക്ലാപ്സ് ഓർക്കസ്ട്ര, റൈബാൻ സൂപ്പർ ഹിറ്റ്സ്, ഇങ്ങനെയുള്ള ട്രൂപ്പുകളിലൊക്കെ ഞാനിങ്ങനെ പാട്ടുകാരനായിട്ട് ജോയിൻ ചെയ്തു. അങ്ങനെ ഒരു ഗാനമേള പ്രൊഫഷണൽ പാട്ടുകാരനായി മാറി ഒരു 17-18 വയസ്സിൽ തന്നെ. അപ്പോൾ ഡിവോഷണൽ സോങ്സും ആ സമയത്ത് അന്നൊന്നുമില്ല. അന്ന് എൻ്റെ ഗുരു, ഞാൻ ആ സമയത്ത് നേരത്തെ പറഞ്ഞു തുടങ്ങിയതിൻ്റെ കണ്ടിന്യൂഷൻ പറയാം. 10 വയസ്സിൽ എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ഒരു ടീച്ചറുടെ അടുത്ത് പഠിച്ചു തുടങ്ങി, ശാന്തമ്മ ടീച്ചർ. കുറച്ചു കാലം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ശാന്തമ്മ ടീച്ചറാണ് ആദ്യ ഗുരു, ശാന്തമ്മ രാജഗോപാൽ. പിന്നെ ആലപ്പുഴ വിധു എന്ന് പറഞ്ഞ സാറ്, വിധു സാറിൻ്റെ അടുത്താണ് ഞാൻ തുടർച്ചയായിട്ട് 10 വർഷം പഠിച്ചത്. ആ സമയത്ത് തന്നെ ഒരു സാറിനടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അച്ഛൻ്റെ സുഹൃത്തും കലൂർ ബാലൻ എന്ന് പറയും, മ്യൂസിക് ഡയറക്ടർ. സാറ് അച്ഛൻ്റെ സുഹൃത്ത് മാത്രമല്ല എൻ്റെ ബന്ധുവാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് സാറാണ് എന്നെ ആദ്യമായിട്ട് ഈ റെക്കോർഡിങ്സിന് പാടിച്ചു തുടങ്ങുന്നത്. അങ്ങനെ സാറിൻ്റെ ട്രാക്കുകളൊക്കെ പാടിയും കോറസിലൊക്കെ പാടിയൊക്കെ തുടങ്ങി. പിന്നെ എനിക്ക് ചില കാസറ്റുകളിൽ അവസരം തന്നു. ആ സമയത്ത് മറ്റൊരുപാട് സംഗീത സംവിധായകർ പലരുമായിട്ടും ഇതുപോലെ ഡിവോഷണൽസ് അല്ലെങ്കിൽ ആൽബംസ് ഒക്കെ പാടാൻ പറ്റിയിട്ടുണ്ട്. ആലപ്പി വിവേകാനന്ദൻ സാറ്, NP പ്രഭാകരൻ സാറ്, ഇങ്ങനെയുള്ള അക്കാലത്തെ സംഗീത സംവിധായകർ രംഗത്ത് തിളങ്ങി നിൽക്കുന്നവർ തന്നെ. പക്ഷെ അവരാരും സിനിമയിൽ സജീവമായിരുന്നില്ല. അപ്പോൾ അവരുടെയൊക്കെ വർക്കുകളിൽ ഇങ്ങനെ എനിക്ക് പാടി പഠിക്കാനുള്ള അവസരം അന്ന് ഞാൻ പറയുന്നു. പാടി അവരുടെ പാട്ടുകളെ ഞാൻ എത്രത്തോളം നന്നാക്കിയെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. കാര്യം അവരുടെ പാട്ടുകളൊക്കെ പാടിയിരുന്നത് വളരെ അന്നത്തെ കാലത്ത് ഏറ്റവും പ്രശസ്തരായ പ്രൊഫഷണൽ പാട്ടുകാരാണ് പാടിയിരുന്നത്. അക്കൂട്ടത്തിലൊരു ജൂനിയർ പാട്ടുകാരനെ എന്നെ അവർ അക്കോമഡേറ്റ് ചെയ്യും, ഒരു പാടി പഠിച്ചു വരാനുള്ള അവസരം തരികയാണ് ചെയ്തത്. അങ്ങനെയാണ് കരിയർ ഡെവലപ്പ് ആവുന്നത്. സിനിമയിലേക്കുള്ള ഒരു കോൾ എങ്ങനെയായിരുന്നു? സിനിമയൊക്കെ പിന്നീട് ഒരുപാട് കാലത്തിന് ശേഷമാണ്. അത് ഞാനൊരു എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് തിരുവനന്തപുരത്ത് ലോ കോളേജിൽ LLB സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് സിനിമ. LLB ആണ് പ്രൊഫഷനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പറയാം, അങ്ങനെ ആഗ്രഹിച്ചെടുത്തൊന്നുമല്ല, അങ്ങനെ സംഭവിച്ചു. അങ്ങനെ പഠിക്കുന്ന സമയത്ത്, സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് എനിക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് അന്നത്തെ കേരളത്തിലെ നമ്പർ 1 ഓഡിയോ കമ്പനി ജോണി സാഗരിക, അദ്ദേഹം എനിക്കൊരു ഓഫർ വെച്ചത്. അദ്ദേഹത്തിൻ്റെ കാസറ്റുകളിൽ, അന്ന് കാസറ്റുകൾ ഒരുപാട് വിറ്റഴിയുന്ന സമയമാണ് ഡിവോഷണൽസ് ഒക്കെ. പ്രപഞ്ചം എന്ന് പറഞ്ഞൊരു ഓഡിയോ അക്കാലത്ത് വലിയ ഹിറ്റാണ്, ക്രിസ്ത്യൻ ഡിവോഷണൽ. അപ്പോൾ അത് ഇറങ്ങിയതിന് പുറകെ തൊട്ടടുത്തൊരു ആൽബം ചെയ്യുന്നുണ്ട്, അതിലൊരു പാട്ട് പാടാമെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ അദ്ദേഹം എനിക്കൊരു ഓഫർ വയ്ക്കുന്നത്. പക്ഷേ
അതിന് മുമ്പ് തന്നെ പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചിട്ട് പറയുന്നു കൈതപ്പുറത്തെ പോയി കാണണം, അദ്ദേഹത്തിൻ്റെ ഒരു സംഗീതത്തിൽ ഒരു രചന സംഗീതത്തിൽ ഒരു പാട്ട് പാടണമെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു. സിനിമയിലില്ലാത്ത സിനിമ പാട്ട് എന്ന് പറയണം. കാര്യം ആ പാട്ട് സിനിമയിലില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സിനിമ അങ്ങനെ വരുമല്ലോ, കാലത്ത് അങ്ങനെയുണ്ട്. ഇപ്പം അന്ന് അത് ഇപ്പോഴത്തെ ജനറേഷൻ ഒരുപക്ഷെ അറിയാത്തൊരു കാര്യമായിരിക്കാം. ഈ കാസറ്റുകൾ ഇറങ്ങുമ്പോൾ കാസറ്റിന് 2 സൈഡുണ്ട്. ഒരു സൈഡിൽ 5 പാട്ട്, മറ്റേ സൈഡിൽ 5 പാട്ട്. അങ്ങനെ അറിയാമോ? ഇല്ല. അതാ പറഞ്ഞത് അപ്പോൾ ഒരു സൈഡ് കാസറ്റ് നമ്മൾ ഒരു സൈഡ് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിയുമ്പോൾ അത് എടുത്തിട്ട് തിരിച്ചിടണം. ചില ഡെക്കുകളിലെ ടേപ്പ് റെക്കോർഡറുകളിൽ ഇത് തനിയെ ഓട്ടോ ഇതാവും. അല്ലാത്തതിൽ ഇത് തിരിച്ചിടണം. തിരിച്ചിടുമ്പോൾ 5 പാട്ട് ഒരു സൈഡിലുണ്ടെങ്കിൽ മറ്റേ സൈഡിലും 5 പാട്ടുണ്ടാവും. ആ ഡ്യൂറേഷൻ കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സൈഡിൽ ഒരു സിനിമയിൽ 5 പാട്ടാണെങ്കിൽ മറ്റേ സൈഡിൽ ചിലപ്പോൾ വേറൊരു സിനിമയിലെ 2 പാട്ടായിരിക്കും, പിന്നെ വേറെ ഏതെങ്കിലും ഒരു സിനിമയിൽ 2 പാട്ട്. അങ്ങനെയൊക്കെയാണ് കാസറ്റ് കമ്പനികൾ ഇത് ബാലൻസ് ചെയ്യുന്നത്. ചിലപ്പോൾ എന്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമയിൽ തന്നെ 5 പാട്ട് അല്ലെ 6 പാട്ടുണ്ടെങ്കിൽ 8 പാട്ടായിരിക്കും കാസറ്റ് ഇറങ്ങുക. അപ്പോൾ ഇതിലെ മെയിൽ വോയിസ് ഫീമെയിൽ മറ്റേ സൈഡിൽ റിപ്പീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഫീമെയിലുള്ള പാട്ട് മെയിൽ റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ താലോലം എന്ന സിനിമയിൽ സുജാത ചേച്ചി പാടിയ ഒരു പാട്ടിന്റെ റിപ്പീറ്റ് എൻ്റെ വോയിസിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു. അങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് വെങ്കലത്തിൽ 10 വെളുപ്പിന് ചിത്ര ചേച്ചി പാടിയതിന്റെ മെയിൽ വേർഷൻ റിപ്പീറ്റ് ബിജു ചേട്ടൻ പാടി. അങ്ങനെയാണ് അദ്ദേഹം ഇൻഡസ്ട്രിയിൽ വരുന്നത്. അതേ കമ്പനി ജോണി സാഗരിയ അതേപോലെ തന്നെയാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 5 വർഷത്തെ വ്യത്യാസത്തിലാണ് ഞങ്ങൾ തമ്മിൽ വരുന്നത്. അദ്ദേഹം 93-ലാണ് വരുന്നത്, എൻ്റെ 98-ലാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസരം കിട്ടി. അന്നത്തെ കാലത്ത് യേശുദാസ് സാർ 5 പാട്ട് പാടുന്ന ഒരു സിനിമയിൽ വേറൊരു ശബ്ദത്തിൽ വരുമ്പോൾ ആളുകൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കും. അദ്ദേഹത്തിന്റെ പോലൊരു ശബ്ദം മലയാളിയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ജീവവായു പോലെ, പ്രാണവായു പോലെ ഉള്ള ശബ്ദമാണ്. അവർക്കത് അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല മലയാളിക്ക്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു വേറെ ശബ്ദം, വേറിട്ട് ഒരു ശബ്ദം കേട്ട ആൾ ശ്രദ്ധിക്കും. അതുകൊണ്ടാണ് ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട പല ആളുകളും 1-2 പാട്ടുകൾ പാടിയവർ പോലും, എൻ്റെ തലമുറ മാത്രമല്ല എൻ്റെ തൊട്ട് മുമ്പത്തെ തലമുറയിലും പറയണം. ഇപ്പോൾ അന്നത്തെ കാലത്ത് 1 പാട്ടും 2 പാട്ടും ഒക്കെ സിനിമയിൽ പാടിയവരെയൊക്കെ ആളുകൾക്ക് അറിയാം. ഒന്നാമത്തെ കാര്യം അന്ന് അവസരങ്ങൾ അങ്ങനെ വല്ലപ്പോഴുമാണ് വരുന്നത്. പിന്നെ ഇത് റേഡിയോയിൽ വരുമ്പോഴും പേര് പറയും. അപ്പോൾ ആ പേര് പറയുമ്പോൾ തന്നെ ഐഡന്റിഫൈ ചെയ്യും, അല്ലാതെ തന്നെ വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാവും. ഇന്ന് ഒരുപാട് ആളുകൾ രംഗത്ത് വരുന്നുണ്ട്, അങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്നില്ലെന്നുള്ളതൊരു സത്യമാണ്. പക്ഷെ എനിക്കൊക്കെ ആ ഒരു ഭാഗ്യം കിട്ടി. സത്യം. ആളുകളപ്പോൾ തന്നെ നമ്മുടെ ശബ്ദം ശ്രദ്ധിക്കുകയും ഓഡിയോ ഇൻഡസ്ട്രി ശ്രദ്ധിച്ചു. പാട്ടുകൾ ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ പാട്ടുകാർ, ഈ സംഗീത പ്രേമികൾ മാത്രമല്ല, ഓഡിയോ ഇൻഡസ്ട്രിയിലൊരു ശ്രദ്ധ കിട്ടി. ഇന്ന് സിനിമയുടെ പാട്ടുകളും എനിക്ക് തോന്നുന്നു കുറഞ്ഞു വന്നിരിക്കുന്ന എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ആരോ ഒരു ട്രോളർ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇല്ലുമിനാറ്റി എന്ന് പറഞ്ഞ പാട്ടിന് പകരം നമുക്ക് ആ സമയത്ത് രംഗണ്ണൻ്റെ കൂട്ടാളികളെല്ലാം കൂടെ പാടി കളിക്കുന്ന, അദ്ദേഹത്തെ പുകഴ്ത്തി ആ നായകനെ പ്രൈസ് ചെയ്ത് പാടുന്ന പാട്ട് നമുക്ക് ഒരിക്കലും ഹൃദയവതി നിൻ മധുരവനത്തിലെ എന്ന് പറഞ്ഞാൽ തമ്പിസാറിന്റെ ഏറ്റവും പോയിറ്റിക്കായ ഒരു പാട്ട് നമുക്ക് അവിടെ സങ്കല്പിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ വയലാർ സാർ എഴുതിയ പോലെ കാവ്യ ഗുണമുള്ളൊരു പാട്ട് അവിടെ പറ്റില്ല. അവിടെ ആ സിനിമയ്ക്ക് പറ്റുന്നൊരു പാട്ടാണ് ഇപ്പോൾ വിനായക് ശശികുമാർ എഴുതിയിരിക്കുന്നത്. പാട്ടിന്റെ ഒരു സൗന്ദര്യത്തിന് അത് ബാധിക്കില്ലേ? ആ സിനിമയ്ക്ക് വേണ്ടത് ആ പാട്ടിലുണ്ട്. അതെ കറക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ആ സിനിമയല്ല വേറെ സിനിമയാണെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ഇപ്പൊ വളരെ പോയിറ്റിക്കായ പാട്ടുകൾ, സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറഞ്ഞ സിനിമയിൽ കാണാമുള്ളാൽ ഉൾനീറും നോവാണ് അനുരാഗം എന്ന പാട്ടുണ്ട്. അല്ലെങ്കിൽ പ്രേമിക്കുമ്പോൾ മറ്റേ പാട്ടാണ് എനിക്ക് കൂടുതൽ പാടാൻ ഇഷ്ടം. പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ, ഓളങ്ങൾ തൻ ഏതോ തേരിൽ പകലറിയാതിരവറിയാതൊഴുകുകയല്ലോ അലയുകയല്ലോ. മനോഹരമായൊരു പാട്ടല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് കാലഘട്ടം എന്താണെങ്കിലും സബ്ജക്റ്റ് എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അതാണ് പാട്ടിൽ വരുന്നത്. പുതിയ കാലത്ത് വളരെ നല്ല പാട്ടുകൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ മ്യൂസിക് ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇത്തരം പാട്ടുകൾ ആവശ്യപ്പെടുന്ന സിനിമകൾ ഉണ്ടാകണം. ഇപ്പോഴത്തെ സിനിമകളിൽ വളരെ റിയലിസ്റ്റിക് ആണ്. അപ്പോൾ അങ്ങനെ സിനിമകളിൽ പാട്ടുകൾ കൃത്രിമമായിട്ട് കുത്തി കയറ്റാനായിട്ട് ഇപ്പോഴത്തെ ഡയറക്ടേഴ്സിന് താല്പര്യമില്ല. പക്ഷേ എനിക്ക് ചിലപ്പം വിഷമം തോന്നിയിട്ടുണ്ട്. വളരെ നല്ല പാട്ടുകൾ ഉൾപ്പെടുത്താമായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള സന്ദർഭങ്ങളുള്ള സിനിമകളിൽ
അത്ര നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സംഗീതം കിട്ടാതെ വരുമ്പോൾ നമുക്ക് വിഷമം തോന്നിയിട്ടുണ്ട്, അതും പറയാമല്ലോ. നമ്മൾ ആഗ്രഹിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മ്യൂസിക് ലവർ ആയതുകൊണ്ടും അതിനേക്കാൾ ഉപരിയായിട്ടൊരു പെർഫോമർ എന്നുള്ള രീതിയിൽ നമുക്ക് സ്റ്റേജിൽ പാടാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ സിനിമകളിൽ വരണമെന്ന് ആഗ്രഹിക്കും. എല്ലാ വർഷവും നമ്മൾ ഓരോ സ്ഥലത്തും പുതിയതായി പ്രോഗ്രാമിന് ചെല്ലുമ്പോൾ ആളുകൾ പുതിയ പാട്ടുകൾ പാടുന്നില്ലേ എന്ന് ചോദിക്കുന്നൊരു സമയമുണ്ടായിരുന്നു. ഇപ്പം പക്ഷെ അങ്ങനെ ചോദിക്കുന്നില്ല. അത് ശരിയാ. ഇപ്പം എന്താ സ്റ്റേജ് ഷോസിൽ പോകുമ്പം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നല്ല പാട്ട് പാടിയാൽ മതി, അല്ലാതെ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ സിനിമയിലെ പാട്ട് പാടിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ഒരു ഗാനമേള ട്രൂപ്പ് ഒരു സ്ഥലത്ത് പരിപാടിക്ക് ചെല്ലുമ്പോൾ കഴിഞ്ഞ വർഷത്തെ പാട്ടുകൾ പാടി അവർക്ക് പറ്റില്ല, അപ്പോൾ ഇറങ്ങിയ സിനിമകളിലെ ഹിറ്റ് പാട്ടുകളെല്ലാം കേൾക്കണം, അങ്ങനെ ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ നിന്ന് ഒരുപാട് വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 2020 ശേഷം അത് വളരെ പ്രകടമാണ് ആ മാറ്റം. ആളുകൾക്ക് നല്ല പാട്ടുകൾ കേട്ടാൽ മതി, അത് ഏത് കാലഘട്ടത്തിലുള്ളതാണ്, ആര് പാടിയതാണ്, ഒന്നും വിഷയമല്ല. പിന്നെ മാത്രമല്ല ഒരു ഡിറ്റോ കോപ്പി എന്ന് പറയില്ലേ, അതേപോലെ വേണമെന്നില്ല ആളുകൾക്ക്. മുമ്പെന്ന് പറഞ്ഞാൽ ഒരു പാട്ടിനകത്ത് ഇടയ്ക്കൊരു ചുമയുണ്ടെങ്കിൽ ചുമ കൂടി വേണം, അല്ലെങ്കിൽ ഓർക്കസ്ട്രേഷൻ വായിച്ചതിനകത്ത് എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ, ഒരു താളം ഒരു സ്ഥലത്ത് മറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മറിഞ്ഞു പോയ പോലെ തന്നെ ഓർക്കസ്ട്ര ഗാനമേളയ്ക്ക് വായിച്ചില്ലെങ്കിൽ പോകും. കാര്യം ആളുകൾ കേട്ട് 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 പിന്നെ മാത്രമല്ല വേറെ വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നത് കേൾവിയിലാണ്. മുമ്പ് നമുക്ക് എല്ലാവർക്കും കോമൺ പ്ലേലിസ്റ്റ് ആയിരുന്നു. കാര്യം റേഡിയോയിൽ വരുന്ന പാട്ടുകൾ കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒന്ന് തന്നെയാണ് കേൾക്കുന്നത് ഒരേ സമയത്ത്. ടി വിയിൽ ചിത്രഗീതം എന്ന പരിപാടി ഉണ്ടായിരുന്നു ഒരു കാലത്ത് ദൂരദർശനിൽ. അപ്പോൾ അതിൽ വരുന്ന ഹിറ്റായി വരുന്ന പാട്ടുകളെല്ലാമാണ് അവർ അതിൽ പ്ലേ ചെയ്യുന്നത്. അത് എല്ലാവർക്കും ഒരു കോമൺ ലിസ്റ്റാണ്. ലോകത്തുള്ള മലയാളികൾ എല്ലാവരും ഒരേ സമയത്ത് ഈ പാട്ട് കാണും, കേൾക്കും, എല്ലാവർക്കും ഒരേ ഹിറ്റാണ്. ഇന്നത് മാറി. ഞാൻ കേൾക്കുന്ന പാട്ടല്ല മീനാക്ഷി കേൾക്കുന്നത്, മീനാക്ഷി കേൾക്കുന്ന പാട്ടല്ല ഒരു 15 വയസ്സുള്ള 12 വയസ്സുള്ള ഒരു കുട്ടി കേൾക്കുന്നത്, പ്രായമുള്ള എന്നെക്കാൾ 10 വയസ്സ് കൂടുതലുള്ള ഒരാൾ കേൾക്കുന്ന വേറെ ലിസ്റ്റ് പാട്ടുകളാണ്. അപ്പോൾ ഓരോ ആളുകൾക്കും സ്വന്തമായിട്ട് ഗാഡ്ജറ്റ്സ് ഉണ്ടാവുന്നു. ഫോണിൽ പാട്ടുകൾ കേൾക്കുന്നു, അല്ലെങ്കിൽ അവരവരുടേതായ രീതിയിൽ പാട്ടുകൾ കേൾക്കുന്നു. ഒരാൾ നമ്മുടെ അടുത്തിരിക്കുന്ന ഒരാൾ കേട്ടോണ്ടിരിക്കുന്ന പാട്ട് അൾജീരിയൻ ഫോക്ക് സോങ് ആയിരിക്കും, വേറൊരാൾ കേൾക്കുന്ന ഒരു വെസ്റ്റേൺ മ്യൂസിക് ആയിരിക്കും, ഒരു കർണാട്ടിക് കേൾക്കും. ഒരു ട്രെയിനിൽ ഒരു മെട്രോ ഒരു കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുന്ന 50 പേര് അതിനകത്തുണ്ടെങ്കിൽ 50 പേരും ഹെഡ്ഫോൺ വെച്ച് കേൾക്കുന്ന 50 സംഗീതം. അപ്പോൾ കോമൺ ആയിട്ട് ഒരു ഹിറ്റ് ഇല്ല. ഇപ്പം സ്റ്റേജ് ഷോസിൻ്റെ കാര്യം പറഞ്ഞപ്പം സുദീപേട്ടൻ ഒരുപാട് ഫീമെയിൽ സിംഗേഴ്സിൻ്റെ കൂടെ സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ചിത്ര ചേച്ചി, സുജാത ചേച്ചി, പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ജ്യോത്സ്ന, അങ്ങനത്തെ. ഇപ്പോൾ ശ്രേയ ഘോഷാലിൻ്റെ കൂടെയാണ് എനിക്ക് തോന്നുന്നു കൂടുതലും സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുള്ളത്. ഇല്ല അല്ലേ? കൂടുതൽ പാടിയിട്ടുള്ളത് ശ്രേയ ഘോഷാലിൻ്റെ കൂടെ സ്റ്റേജിൽ പാടിയിട്ടില്ല. ശ്രേയ ഘോഷാലിൻ്റെ കൂടെ 2-3 പാട്ടുകൾ സിനിമകളിൽ പാടാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അത് ഹിറ്റായി മാറി. എൻ്റെ ഒരു വൺ ഓഫ് ദി പേഴ്സണൽ ഫേവറേറ്റ്സ് ആണത്. മറ്റേ കൊണ്ടുവരാം, അതൊരു 4 വരി. കൊണ്ടുവരാം കൊണ്ടുവരാം കൈതോലപ്പായ കൊണ്ടുവരാം, കൊണ്ടുവാം കൊണ്ടുവാം അന്ത്യാളൻ കാവിൽ കൊണ്ടുവാം, പുല്ലാനിക്കാടും കാണാം വെള്ളാമ്പൽ പൂവും നുള്ളാം, മാനോടും മേട്ടിൽ കൊണ്ടുവാം, പെണ്ണേ കൊണ്ടുവരാം കൊണ്ടുവരാം കൈതോലപ്പായ കൊണ്ടുവരാം. അത് എത്ര കേട്ടാലും മതിയാവാത്തൊരു പാട്ടാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു പിക്ചറൈസേഷനും ലാലേട്ടനും മനോഹരമായിട്ട് ഷൂട്ട് ചെയ്ത. അതെ 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 അതെ. ഒടിയൻ എന്നുള്ള സിനിമയിലെ MJ ചന്ദ്രൻ സാറിൻ്റെ. ശ്രേയാജിയോടൊപ്പം എനിക്ക് വേദിയിൽ പാടാനുള്ള അവസരം ഉണ്ടായിട്ടില്ല, പക്ഷേ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ആർക്കും എനിക്ക് കിട്ടാത്ത ഭാഗ്യമാണ്. അതെന്താണാവോ? ശ്രേയാജിയുടെ കൂടെ മലയാളത്തിലെ ആദ്യത്തെ ഡ്യുവറ്റ് പാടിയത് ഞാനാണ്. അതിനെ ആർക്കും പറ്റില്ലല്ലോ. ഇനി ഒരുപാട് നമ്പർ ഓഫ് സോങ്സ് കൂടുതൽ പാടാൻ പറ്റും, പക്ഷെ ആദ്യത്തെ പാട്ട് അത് മധുരം ഗായതി മീര ബനാറസ് എന്ന സിനിമയിൽ, അത് ആണ് ശ്രേയ ഘോഷാൽ എന്ന നമ്മുടെ പുതിയ ജനറേഷനിലെ ഏറ്റവും മിടുക്കിയായ പാട്ടുകാരി പാടിയ ആദ്യത്തെ യുഗ്മഗാനം. ഇപ്പം ഈ ഡിക്ഷൻ്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പം നമ്മൾ മലയാളത്തിൽ എത്രത്തോളം ഇപ്പോഴത്തെ പുതിയ സിംഗേഴ്സിനെ ആ ഭാഷ ഹാൻഡിൽ ചെയ്യണത് എത്രത്തോളം സഹായിക്കുന്നുണ്ട് അവരെ? ഭാഷ എന്ന് പറയുന്നത് ഏത് ഭാഷയാണെങ്കിലും അത് പാടുമ്പോൾ പാട്ടുകളിൽ അത് വളരെ തെളിഞ്ഞും വ്യക്തതയോടെയും ശുദ്ധമായിട്ടും വരണം എന്നുള്ളതാണ്
നമ്മുടെ മുൻഗാമികൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. യേശുദാസ് സാറിൻ്റെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എഴുതിയെടുക്കാനായിട്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു വാക്കിനെ കുറിച്ചും സംശയം വരാറില്ല. അഥവാ ഏതെങ്കിലും ഒരു വാക്കിനകത്ത് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും, മിസ്റ്റേക്ക് എന്ന് ഞാൻ പറഞ്ഞത് പഴയ കാലത്ത് ചിലപ്പോൾ റെക്കോർഡിങ് സമയത്ത് ഇതിൻ്റെ എഴുതിയ ആൾ കൂടെ ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ സംവിധായകരോ അങ്ങനെ ശ്രദ്ധക്കുറവുകൊണ്ടൊക്കെ ചില വാക്കുകൾ അബദ്ധങ്ങൾ പറ്റിപ്പോയിട്ടുണ്ട്. പല പാട്ടുകളിലും പല ഗായകരുടെയും പറ്റിയിട്ടുണ്ട്. പക്ഷെ ആ മിസ്റ്റേക്ക് പോലും നമുക്ക് എഴുതിയെടുത്താൽ ബുദ്ധിമുട്ടില്ല. ആ വാക്ക് കാര്യം അത്ര കൃത്യമായിട്ടാണ് ഉച്ചരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടും ഇടയിൽ ഉച്ചരിച്ചു കഴിഞ്ഞാൽ അത് ആ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അത് അത്ര ക്ലാരിറ്റിയോട് കൂടിയാണ് പഴയ കാലത്ത് പാട്ടുകൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നത്. അതിനകത്ത് വലിയ ശ്രദ്ധ എഴുതുന്നവരുടെ ഭാഗത്തുനിന്നും സംഗീത സംവിധായകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ഗായകർ പാടുമ്പോൾ മുമ്പ് എഴുതുന്നവർ സ്റ്റുഡിയോയിൽ വരുമായിരുന്നു. മുമ്പത്തെ കാലത്ത് എപ്പോഴും ഒരു പാട്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്നത് എഴുത്തുകാരൻ്റെ കൂടി സാന്നിധ്യത്തിലാണ്. അപ്പോൾ പാടുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഗായകൻ ഒരു വാക്ക് മ്യൂസിക്കലി അത് ഒരു ട്യൂണിൽ പാടി വരുമ്പോൾ ഒരു അഭംഗി ഉണ്ടെങ്കിൽ അത് തിരുത്താൻ പറ്റുമായിരുന്നു. അല്ലെങ്കിൽ ഒരു വാക്കിന് പകരം വേറൊരു വാക്ക് ആക്കിയാൽ കുറച്ചുകൂടെ ഭംഗിയാവില്ലേ എന്നൊരു ചിന്തയൊക്കെ വരും റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്. അതൊക്കെ മുമ്പ് വളരെ സ്പഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പക്ഷെ പലപ്പോഴും അങ്ങനെ ഒരു സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും അക്ഷരങ്ങളിൽ മിസ്റ്റേക്ക് സംഭവിക്കുന്നുണ്ട്. പുതിയ ഗായകർ പാടുമ്പോൾ അക്ഷരങ്ങൾ അത്ര കണ്ട് സൂക്ഷിച്ച് ഉപയോഗിക്കാതെ വരുന്നത്. പക്ഷെ അങ്ങനെ നമുക്ക് ജനറലി പറയാമെന്നുള്ളതല്ല. പക്ഷേ നമ്മൾ കേൾക്കുന്ന നല്ല ശ്രദ്ധിക്കപ്പെടുന്ന നമ്മളിപ്പം ക്ലാസിക് ഇപ്പോഴത്തെ വരുന്നതിനകത്തുണ്ട് ക്ലാസിക്സ് നല്ല പാട്ടുകൾ വരുന്നുണ്ടല്ലോ. ആ പാട്ടുകളിലൊക്കെ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അതിൻ്റെ സംഗീത സംവിധായകർ കൂടുതൽ കെയർ എടുത്ത് അത് ശ്രദ്ധിക്കാറുണ്ട്. പാടുമ്പോഴത്തേക്ക് സംഗീത സംവിധായകരാണല്ലോ ഇപ്പം മിക്ക സ്റ്റുഡിയോയിൽ നിന്ന് അവർ പറയാറുണ്ട് അക്ഷരങ്ങൾ അത് ഇന്നതുപോലെ വരണം എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ഗായകരെ ഗൈഡ് ചെയ്യുന്നത് അങ്ങനെയാണ്. പിന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് ഗായകർക്ക് തന്നെ ഒരു ശ്രദ്ധ വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇപ്പോൾ നമ്മൾ ഒരു മ്യൂസിക് ഡയറക്ടർ ഒരു ട്യൂൺ പറയുമ്പോൾ അതിലൊരു വാക്ക് നമ്മൾ പാടേണ്ടി വരുമ്പോൾ ചിലപ്പോൾ സംഗീത സംവിധായകൻ അത്ര കണ്ട് അതിനകത്ത് ശ്രദ്ധാലു അല്ലെങ്കിൽ പോലും പാട്ടുകാരനൊരു സവിശേഷമായിട്ടുള്ളൊരു ശ്രദ്ധ കൊടുത്ത് ഈ വാക്ക് എത്ര ഭംഗിയായിട്ട് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മ്യൂസിക്കിന് വേണ്ടി മാത്രമല്ല, അവിടെയാണ് ഒരു ഗായകന്റെ മനസ്സിലൊരു ബോധം ഉണ്ടാവണമെന്ന് തോന്നുന്നു. ഒരു പാട്ടെന്ന് പറയുന്നത് നമ്മൾ ഒരു പാട്ട് പുറത്തിറങ്ങുമ്പോൾ ആ പാട്ടെന്ന് പറയുന്നത് സംഗീത ശാഖയ്ക്ക് കൊടുക്കുന്ന ഒരു സംഭാവന മാത്രമല്ല, അതേസമയം ഇത് നമ്മുടെ ലിറ്ററേച്ചറിന് കൂടി അവകാശപ്പെട്ടതാണ് ഒരു പാട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഒരു സാഹിത്യ ശാഖ കൂടിയാണ് ഗാനരചന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗാനം എന്ന് പറയുന്നത് ലിറ്ററേച്ചറിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ അതിൽ കൂടി ശ്രദ്ധ വെച്ച് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ മിസ്റ്റേക്സ് ഒക്കെ ഒഴിവാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഞാനെപ്പോഴും അത് ശ്രദ്ധിക്കാറുള്ള ഒരാളാണ് പൊതുവെ. എനിക്കും തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട്. എനിക്ക് പല പാട്ടുകൾ എടുത്ത് ഞാൻ പറയുന്നില്ല. ചില പാട്ടുകളിൽ പിന്നീട് കേട്ട് കഴിയുമ്പോൾ ചില അക്ഷരങ്ങളൊക്കെ തെറ്റിപ്പോയത് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ ആ ചിലപ്പോൾ തിരക്കിന് പെട്ടെന്ന് പാടി തീർക്കുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്നതൊക്കെ ആവാം. ഇപ്പോൾ ഒരു ഹിന്ദി പാട്ട് നമ്മളൊരു മലയാളി പാടുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് ബോംബെയിൽ പഠിച്ച മലയാളികളാണ് തോന്നുന്നു അല്ലേ, ആ പാട്ടിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ. അതെ, ഹിന്ദി പാട്ടുകളൊക്കെ പാടുന്നത് ഹിന്ദിയിൽ നിന്നുള്ള ഗായകർ വന്ന് മലയാളത്തിൽ പാടുമ്പോൾ അവർക്കുണ്ടാകുന്ന ഉച്ചാരണ പിഴകളും വൈകല്യങ്ങളും ഒക്കെ നമ്മൾ അതിനെ ഒരു സ്റ്റൈലിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അത് രസമുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ എൻജോയ് ചെയ്യും. പക്ഷെ നമ്മുടെ ആളുകൾ പോയിട്ട് ഹിന്ദിയിലും തമിഴിലൊക്കെ പാടുമ്പോൾ എന്തെങ്കിലും തെറ്റ് വരുത്തി കഴിഞ്ഞാൽ അതിനകത്ത് ആദ്യം വിമർശിക്കുന്ന മലയാളിയാണ്. അതെപ്പോഴും നമുക്ക് അങ്ങനെ ഒരു സ്വാർത്ഥത മലയാളിക്കുണ്ട്. മലയാളികൾ പൊതുവെ ഈ ഭാഷ കൈകാര്യം ചെയ്യുന്നതിൽ മിടുക്കന്മാരാണ്. ലോകത്തെവിടെ ചെന്നാലും അവരുടെ ഭാഷ മലയാളം പറയുന്ന പോലെ തന്നെ ഹിന്ദിയും തമിഴൊക്കെ പറയുന്ന ഒരുപാട് സുഹൃത്തുക്കൾ തന്നെ എനിക്കുണ്ട്. ഞാൻ ചിലപ്പോൾ ചില തമിഴ് പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ എൻ്റെ തമിഴ്നാട്ടിൽ ജീവിക്കുന്ന മലയാളി ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കും. അപ്പൊ അവര് പറയും അതിനകത്തുള്ള കുഴപ്പങ്ങൾ ചൂണ്ടിക്കാണിക്കും. അങ്ങനെ മലയാളികൾക്ക് അങ്ങനെ ഭാഷ പെട്ടെന്ന് വഴങ്ങും. മറ്റുള്ള ഭാഷയിലുള്ളവർക്ക് ഇപ്പോൾ ലതാജി അല്ലെങ്കിൽ മുഹമ്മദ് റഫി സാബിനെ പോലെയുള്ള അത്രയും ലെജൻഡറി പാട്ടുകാർ പോലും മലയാളത്തിൽ അവസരങ്ങളില്ലാഞ്ഞിട്ടല്ല അവർ പാടാതിരുന്നത്. അവരെ സമീപിച്ച സംഗീത സംവിധായകരോട് നമ്മുടെ ഭാഷയോടുള്ള ബഹുമാനം കൊണ്ടാണ് അവര് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞത്. പക്ഷെ നമ്മുടെ ആളുകൾ അതിനേക്കാളും കുറച്ചുകൂടി എന്താ പറയുക, അതിനെ ഒരു ചലഞ്ചായിട്ട് എടുത്തു. യേശുദാസ് സാറാണെങ്കിലും ചിത്ര ചേച്ചിയൊക്കെ ആണെങ്കിലും അവിടെ പോയിട്ട് ഞാനത് ചെയ്യും എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിൽ അവരത് കീഴടക്കി. അത് കീഴടക്കി എന്ന് ഞാൻ പറയാൻ കാര്യം, അവർക്ക് ഹിന്ദിയിൽ പാടിയതിന് രണ്ടുപേർക്കും നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊരു കീഴടക്കൽ തന്നെയല്ലേ. ഇപ്പം ഇൻഡസ്ട്രിയിൽ സുധീപേട്ടൻ എങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്? എനിക്ക് തോന്നുന്നു ഇപ്പം സമം എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ നിങ്ങളൊക്കെ എത്ര വർഷമായി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട്? സമം ഇപ്പോൾ 7ാമത്തെ വർഷമാണ്. എങ്ങനെ പോകണു അത്? 2018 അങ്ങനെ ഒരു ചിന്ത, അതിന് മുമ്പേ ഉള്ള ചിന്തയാണ്. അതിൻ്റെ ഒരു പൂർത്തീകരണം സംഭവിച്ചത് 2018. സമം എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ വേണം. സമം എന്നല്ല, ഗായകർക്കൊരു
കൂട്ടായ്മ വേണം. മലയാള സിനിമയിൽ ഇപ്പോൾ നടീനടന്മാർക്ക് ഒഴികെയുള്ളവർക്ക് എല്ലാവർക്കും ഒരു സംഘടന എന്ന് വെച്ചാൽ ട്രേഡ് യൂണിയൻ സ്വഭാവത്തിൽ തന്നെ സംഘടനയാണ്. അവർ തൊഴിൽ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്ന രീതിയിൽ തന്നെയുള്ള സംഘടനകളുണ്ട്. പക്ഷേ നടീനടന്മാരുടെ സംഘടന എന്ന് പറയുന്നത് സ്വതന്ത്ര സംഘടനയാണ്. അവർക്ക് മറ്റ് സിനിമ അസോസിയേഷൻസുമായിട്ടൊന്നും അതിൽ അഫിലിയേറ്റഡ് അല്ല. അതുപോലെ തന്നെ ഒരു സ്വതന്ത്ര സംഘടന ഗായകർക്കും ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ എന്ന നിലയിൽ വേണം എന്നുള്ളത് നമ്മുടെ സീനിയറായിട്ടുള്ള പാട്ടുകാരുടെ എല്ലാവരുടെയും വർഷങ്ങളുടെ ആഗ്രഹമായിരുന്നു. പക്ഷെ അവർക്കത് പൂർത്തീകരിച്ചെടുക്കാൻ സാധിച്ചില്ല. അതിനൊരു കാരണം എന്ന് വെച്ചാൽ ഒന്നത് അത്രയും അധികം പാട്ടുകാരുണ്ടായിരുന്നില്ല. 2010 ആയപ്പോഴാണ് ഇത്രയും പ്ലേബാക്ക് സിംഗേഴ്സ് പുതിയതായിട്ട് വന്നത്. പഴയ ആളുകളുണ്ടെങ്കിലും കുറേ ആൾ രംഗത്തുനിന്ന് പിന്മാറിയൊക്കെ നിന്നു. അപ്പം രംഗത്തുനിന്ന് പിന്മാറി നിന്ന് ഇപ്പോൾ അവസരങ്ങൾ ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവസരങ്ങളിൽ നിന്ന് മാറി സഞ്ചരിച്ച ആളുകൾ, പിന്നെ സജീവമായി നിൽക്കുന്ന പഴയ സീനിയർ മെമ്പേഴ്സ് ആളുകൾ, പിന്നെ ഇപ്പോഴത്തെ ഞങ്ങളുടെ ജനറേഷൻപ്പെട്ട ആൾ, ഇനി കടന്നു വന്നുകൊണ്ടിരിക്കുന്ന പുതിയ ആൾ, എല്ലാവരെയും കൂടെ ചേർത്ത് ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളത് കുറച്ച് ശ്രമമുള്ള കാര്യമായിരുന്നു. ഞങ്ങളൊരു കുറച്ച് പേരെടുത്ത് ഞാൻ പറയുന്നില്ല, അറിയാം, എല്ലാവർക്കും അറിയാം. എൻ്റെ കൂടെ എപ്പോഴും ഉള്ള ആളുകളെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ആഗ്രഹിച്ചിട്ട് എല്ലാവരെയും ഇങ്ങനെ നമ്മുടെ സീനിയേഴ്സിനോടൊക്കെ ആലോചിച്ചപ്പോൾ എല്ലാവരും സംബന്ധിച്ച് അങ്ങനെ ഒരു അസോസിയേഷനായിട്ട് വന്നു. പക്ഷേ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയ്ക്ക് ചെയ്യാൻ സാധിച്ചു, അതിൻ്റെ സന്തോഷമുണ്ട്. പിന്നെ സിംഗേഴ്സ് തമ്മിൽ പൊതുവെ പണ്ട് പറയും, ഒരു ഗായകന്, ദേവരാജ മാസ്റ്റർ തന്നെ ഒരിക്കൽ പറഞ്ഞാണ്, ഒരുത്തന് സംഗീതജ്ഞാനം കിട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്ന ഒരു ഗുണമാണ് അസൂയ എന്ന് പറയുന്നത്. ഒരുത്തിനെ കണ്ടുകൂടായിരിക്കുമെന്ന് മാസ്റ്റർ തമാശയ്ക്ക് പറയുമായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ പറയാം, മാസ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ പറയാമായിരുന്നു, മാസ്റ്റർ ഞങ്ങളുടെ കൂട്ടുകാർക്ക് ഇപ്പോൾ അസൂയില്ലാത്ത കുറച്ച് ആളുകളുണ്ട്, ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കുന്നുണ്ടെന്ന് പറയാം എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. മാസ്റ്റർ തമാശയ്ക്ക് പറഞ്ഞതാണ്. അങ്ങനെ ഇതൊരു വലിയ കോമ്പറ്റീഷൻ ഉള്ള ഒരു കാലഘട്ടത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും. കാണാറും ഉള്ള അവസരങ്ങൾ ഉണ്ടാവാറില്ലല്ലോ. അല്ല, പഴയ കാലത്ത് നല്ല ബന്ധം ഉണ്ടായിരുന്നു. ഇപ്പം ജയേട്ടനൊക്കെ, PJ ചന്ദ്രൻ സാറൊക്കെ പറയാറുണ്ട്, ഞാനും ദാസേട്ടനും കൂടെ സിനിമ കാണാൻ പോയി, എന്നിട്ട് ഒന്നിച്ച് ആ സിനിമയിലെ രംഗം ഞങ്ങൾ ഒന്നിച്ച് റൂമിൽ വന്ന് അഭിനയിച്ച് ഒന്നിച്ച് പാട്ടുപാടി എന്നൊക്കെ പറഞ്ഞ് അവരുടെ പഴയ ഒരു സൗഹൃദത്തിൻ്റെ മനോഹരമായ ഒരുപാട് നിമിഷങ്ങൾ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് അങ്ങനെയുള്ള സൗഹൃദങ്ങളുണ്ടായിരുന്നു. അവരൊക്കെ തമ്മിൽ ഇപ്പോഴും ഉണ്ട്. ഉണ്ണി മേനോൻ ചേട്ടനും കൃഷ്ണേന്ദ്രൻ ചേട്ടനും ഒക്കെ ആയിട്ടൊക്കെ വലിയ ഡീപ്പ് സൗഹൃദങ്ങളുള്ള ആളുകളാണ്. പക്ഷേ ഞാൻ പറയുന്നത്, ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ പല ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ്, പല എന്താ പറഞ്ഞാൽ പ്രൊഫഷണലി പല തട്ടിൽ നിൽക്കുന്ന ആളുകളാണ്. പക്ഷെ അവരെല്ലാം കൂടെ ഒന്നിച്ച് ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി ഇപ്പം എല്ലാം പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ പാട്ടുകാരായിട്ടുള്ള സ്ട്രഗിൾ ചെയ്യുന്ന എന്ന് വെച്ചാൽ ഇപ്പോൾ വരുമാനമില്ല സംഗീതത്തിൽ, മക്കളുടെയൊക്കെ ഇതിലൊക്കെ കഴിയുന്ന അങ്ങനെ ഒരു 5 പേർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഓർക്കസ്ട്ര പ്ലെയർ ആണെങ്കിലും ഒരാൾക്കൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയാൽ, മരണം സംഭവിച്ചാലൊക്കെ ഞങ്ങൾ അവർക്ക് കൊടുക്കാറുണ്ട്. അതിന് സംഘടനയിൽ അംഗമാവണമെന്നില്ല, അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ആളുകൾക്കൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ പറയാനാണ് ഒരുപാട് സമയം എടുക്കും. കുറേ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് മാത്രം. സമം എന്നുള്ള ഈ ഒരു പേര് ആരാണ് കണ്ടുപിടിച്ചത്? പേര് സജസ്റ്റ് ചെയ്തത് ഞാനായിരുന്നു. പക്ഷെ അത് അംഗീകരിച്ച് അത് നല്ല ഒരു ഇത് തന്നെ മതി എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അതിൻ്റെ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു അർത്ഥം കണ്ട് പറഞ്ഞത് യേശുദാസ് സാറാണ്. സമം എന്ന് പറഞ്ഞാൽ ഇക്വാലിറ്റി എന്നുള്ള അർത്ഥമുണ്ട്. പിന്നെ സമം കർണാട്ടിക് മ്യൂസിക്കിൽ നമ്മൾ ഓൺ ബീറ്റ് എന്നുള്ള അർത്ഥമുണ്ട്, സമത്തിൽ പാടുക എന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനെ ഒരു അർത്ഥമുണ്ട്. പിന്നെ എൻ്റെ ഒരു അബ്രിവേഷൻ എന്നുള്ളത് സിംഗേഴ്സ് അസോസിയേഷൻ മലയാളം മൂവീസ്, അങ്ങനെയാണ്. അപ്പോൾ MA എന്നുള്ളത് എടുത്തിട്ടുണ്ട് മലയാളത്തിന്റെ, ഒപ്പിക്കേണ്ട എവിടെയെങ്കിലും അങ്ങനെ. ഈ ആർട്ടിസ്റ്റുമാരുടെ ഇടയിൽ സുദീപേട്ടന് മറ്റൊരു പേരുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് എന്താണെങ്കിൽ കൗണ്ടർ രാജാവ് എന്നുള്ളത്. നർമ്മം ഒരു വീക്ക്നെസ് ആണോ? വീക്ക്നെസ് ആയതുകൊണ്ടല്ല, ഞങ്ങളുടെ സുഹൃത്ത് വലയത്തിൽ ഞങ്ങളുടെ ഞാൻ പറഞ്ഞ എൻ്റെ കോളേജ് പ്രീ ഡിഗ്രി കാലഘട്ടത്തിലുള്ള, അതിനു മുമ്പുള്ള സ്കൂൾ മുതലുള്ള കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഞങ്ങൾക്ക് തമാശകൾ പങ്കുവെക്കാൻ വേണ്ടി മാത്രം ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. എന്ന് വെച്ചാൽ അത് ഹ്യൂമർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളെ എപ്പോൾ എവിടെ വെച്ച് കണ്ടുമുട്ടിയാലും ഒരുപാട് ഹ്യൂമർ ഷെയർ ചെയ്യുന്നവരാണ്. അത് പല റേഞ്ചിലുള്ള ഹ്യൂമറുണ്ട്. അതിലെല്ലാവർക്കും, എൻ്റെ ഫ്രണ്ട്സ് ആ സമയത്തുള്ള സ്കൂളിൽ പഠിച്ച കുറേ ആളുകളുണ്ട്, എല്ലാവരും ഇത്തരം തമാശകളുടെ രാജാക്കന്മാരാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ കൂടുമ്പോൾ വലിയ ആഘോഷമാണ്. അപ്പോൾ അത് ഒരു എന്താ പറയുക, എനിക്ക് ഒരു 10-12 വയസ്സ് മുതലേ ഉള്ള ഞങ്ങളുടെ ഒരു ശീലമാണ്. അതിപ്പോഴും തുടരുന്നുണ്ട്. ആ ഗ്രൂപ്പ് അതേപോലെ സജീവമായിട്ട്. വാട്സപ്പ് വന്നിട്ട് ഇത്ര വർഷമല്ലേ ആയുള്ളൂ. അന്ന് മുതൽ
അന്ന് മുതൽ ആ ഗ്രൂപ്പ് ഇങ്ങനെ സജീവമായിട്ട് ഞങ്ങൾ ആ ഗ്രൂപ്പ് കൊണ്ടുപോകുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഈ മ്യൂസിക്കിലും നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ളവരെല്ലാവരും കൂടെ കൂടുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ തമാശകൾ, സംഗീതത്തിലുള്ള തമാശകൾ മാത്രമല്ല, ജനറലി മറ്റുള്ളവരെ കൂടുതലവരെ എനിക്ക് തോന്നുന്നു ശ്രുതിപട്ടം കുറെ പേര് ഇങ്ങനെ ലുക്സും ആ മാനേഴ്സ് ഒക്കെ നോക്കി അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യണത്. അത് നമ്മുടെ കൂടുതലുള്ള പാട്ടുകാരെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്. സിംഗേഴ്സിനെ, മ്യൂസിക് ഡയറക്ടേഴ്സിനെ, എഴുത്തുകാരെ, അങ്ങനെയുള്ള പലരുടെയും മാനറിസങ്ങളൊക്കെ നമ്മൾ കാണിക്കുമ്പോൾ അത് എല്ലാവരും എൻജോയ് ചെയ്ത്. അങ്ങനെ എനിക്ക് പൊതുവേ ഈ ഒട്ടും സീരിയസ് ആയിട്ടിരിക്കാൻ ഇഷ്ടമുള്ള ആളല്ല. പക്ഷെ സീരിയസ് ആയ കാര്യങ്ങൾ സീരിയസ് ഇരിക്കാറുണ്ടെങ്കിൽ പോലും എപ്പോഴും കാര്യങ്ങൾ പറയുന്നതിലും അവതരിപ്പിക്കുമ്പോഴും അത് വളരെ ലൈറ്ററായിട്ട് അവതരിപ്പിക്കാനും ഒട്ടും ഈ പ്രഷർ ഇല്ലാതെ, നർമ്മത്തിലൂടെ അത് ജീവിതത്തിൽ അധികം പ്രഷർ ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നല്ല കാര്യമാണല്ലോ. അപ്പൊ അങ്ങനെ വരുന്നതുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ അതിനൊരു ബോധപൂർവമായിട്ട് കോമഡി ഉണ്ടാക്കാൻ ശ്രമിക്കാറില്ല. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ മിമിക്രി, മോണോ ആക്ട് മത്സരങ്ങൾക്കൊക്കെ മത്സരിച്ചിട്ടുണ്ട്, പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു കോളേജിലേക്ക് എത്തിയ സമയത്ത് അച്ഛൻ തന്നെയാണ് എന്നോട് പറയുന്നത്, നീ ഈ പാട്ടും മിമിക്രി എല്ലാം കൂടെ കൊണ്ടുപോയാൽ ശരിയാവത്തില്ല, ഏതെങ്കിലും ഒന്നിലേക്ക്. അച്ഛന് തന്നെ സംശയം ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഈ മിമിക്രിയും മോണോക്ടൊക്കെ ആയിട്ട് ഇനി ആക്ടിങ് അങ്ങനെ വല്ലോ ഇതിലേക്കൊക്കെ പോവുമോ. അച്ഛന് കൂടുതലും താല്പര്യം മ്യൂസിക്കായിരുന്നു. അപ്പോൾ എനിക്കും തോന്നി അത് വേണ്ട, കോളേജിൽ മിമിക്രിയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഒരു മിമിക്രി ആർട്ടിസ്റ്റ് എന്നുള്ള പേരായിരിക്കും കൂടുതൽ ഒരു പക്ഷേ ശ്രദ്ധിക്കപ്പെടാൻ സാധ്യത. അപ്പോൾ ഫോക്കസ് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി അങ്ങനെ അന്ന് തന്നെ വീട്ടിൽ നിന്നൊരു ഒരു വഴിതിരിച്ചു വിടലുണ്ടായി. ഞാൻ ആ വഴിയിൽ തന്നെ പോയി. അതുകൊണ്ട് അതങ്ങനെ. പക്ഷെ എങ്ങനെയാ മിമിക്രിയിലേക്ക് അങ്ങനെ വന്നത്? അത് ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ ആദ്യം 5ലും 6ലും പഠിക്കുന്ന, കൊച്ചു ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മിമിക്രി മത്സരത്തിനൊക്കെ ഉള്ളത് അച്ഛൻ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഇങ്ങനെ അന്നൊരു പക്ഷികൾ കിളി ചലയ്ക്കുന്ന ശബ്ദം, പട്ടി വരയ്ക്കുന്നതൊക്കെ പറഞ്ഞ, പൂച്ച വരയെന്നൊക്കെ പറഞ്ഞ സാധാരണ കൊച്ചു കുഞ്ഞുങ്ങളുടെ മിമിക്രി ഇല്ലേ, അതൊക്കെ ആയിരുന്നു ആദ്യം. അപ്പൊ ഈ സിനിമാ നടന്മാരുടെ ശബ്ദം അനുകരിക്കുമ്പോൾ അത് അവരെ നല്ലോണം ഒബ്സർവ് ചെയ്യോ? എങ്ങനെയാ അത് കിട്ടണമെങ്കിൽ അങ്ങനെ ബോധപൂർവമായിട്ടൊന്നും സംഭവിച്ച കാര്യങ്ങളല്ല. ഇത്രയും നന്നായിട്ട് കിട്ടണമെങ്കിൽ അതിനുള്ളൊരു കഴിവുള്ളിൽ വേണ്ട. അത് പാട്ടെന്ന് പറയുന്നത് തന്നെ ഒരു അനുകരണമാണ്. ഒരു ശബ്ദത്തെ അനുകരിക്കലാണ്, ഒരു സ്വരത്തെ അനുകരിക്കലാണ്, ഒരു ഗമകത്തെ അനുകരിക്കലാണ്. അത് വേറൊരാൾ പാടുന്നത് പോലെ പാടുന്നതാണല്ലോ. നമ്മളൊരു ഗുരുവിൻ്റെ അടുത്ത് സംഗീതം പഠിപ്പിക്കുമ്പോൾ ഗുരു പാടുന്ന പോലെ തന്നെ നമ്മൾ പാടും. അറിയാതെ ഗുരുവിൻ്റെ ശൈലിയും നമ്മൾ അനുകരിക്കും. സിനിമ പാട്ടുകളിലും അങ്ങനെ തന്നെ സംഭവിക്കും. ഒരു ഗാനം, ഒറിജിനൽ സോങ് കേട്ട് പഠിക്കുമ്പോൾ ആ ഗായകൻ്റെ ശൈലി നമ്മൾ അനുകരിക്കും. ആ ശബ്ദത്തോട് ഏകദേശം അങ്ങനെയൊക്കെ ഒരു ബോധപൂർവം അല്ലാത്ത ചില അനുകരണങ്ങൾ സംഭവിക്കും. അത് മ്യൂസിക്കിലുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഒരു ഡയലോഗ് കേട്ടിട്ട് ഒരാൾ പറഞ്ഞ അതേ മോഡുലേഷനിൽ ആ ടോൺ പിടിച്ച് പറയുമ്പോഴാണല്ലോ മിമിക്രി ആകുന്നത്. അപ്പോൾ അതൊക്കെ ബോധപൂർവം അല്ലാതെ നമ്മളിങ്ങനെ ഓരോ ആളുകളുടെ കേട്ട് അതുപോലെ പറയുമ്പോൾ കൂട്ടുകാരൊക്കെ കൊള്ളാടാന്ന് പറയുമ്പോൾ അങ്ങനെ ആയി പോകുന്നതാണ്. അല്ലാതെ റീസെന്റ് സ്റ്റേജ് ഷോസിൽ അങ്ങനെ വല്ല റിക്വസ്റ്റ് വന്നിട്ടുണ്ട് മിമിക്രിയുടെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട്? റീസെന്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അങ്ങനെ മിമിക്രി ആയിട്ടൊന്നും ചെയ്തില്ല. ചിലപ്പോൾ ചില സ്റ്റേജ് ഷോസിലൊക്കെ ഈ പാട്ടിനിടയിലൊക്കെ ഉള്ള ഡയലോഗ്സ് ഒക്കെ ഇല്ലേ. അപ്പോൾ ബാംഗ്ലൂർ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ ഒരു 6 മാസം മുമ്പ്, 6 മാസമല്ല 1 വർഷമായി, ചിത്രചേച്ചിയുടെ കൂടെയായിരുന്നു പ്രോഗ്രാം. അന്ന് ഗോപികാ വസന്തം എന്ന പാട്ട് പാടി. അപ്പോൾ ഗോപികാ വസന്തം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ ഹിസൈൻ അബ്ദുള്ളയുടെ കാസറ്റ്, പണ്ട് അതിനു മുമ്പ് ലാലേട്ടൻ ഡയലോഗ്, വ്രതശുദ്ധി ചോദിച്ചപ്പോൾ ഒന്ന് പറഞ്ഞ മോഹൻലാൽ ലാലേട്ടൻ പറഞ്ഞ ഡയലോഗ് ഉണ്ട്. ആ ഡയലോഗ് ഉണ്ടല്ലോ, ആദ്യം ഒരു 100 തിരുവാതിര നോറ്റ വ്രതശുദ്ധിയാണ് ഈ രാധ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഡയലോഗാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ, എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല, ആ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഈ പാട്ട് വരുന്നത്. അപ്പോൾ ഗോപികേ എങ്കിലും ഗോപികേ നീ അറിയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഡയലോഗുണ്ട്. അത് ആ സ്റ്റൈലിൽ ഇങ്ങനെ വന്നിട്ടാണ് എന്ന് പറഞ്ഞ് പാട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഈ ഡയലോഗ് ഇങ്ങനെ ഞാനിങ്ങനെ നിഷാദിൻ്റെ അടുത്ത് പറഞ്ഞിങ്ങനെ നമുക്കൂടെ ഈ ഡയലോഗ് ഇങ്ങനെ, അപ്പോൾ ആ ഡയലോഗ് ഇങ്ങനെ ഞാൻ കേട്ടിട്ട് അതുപോലെ പറഞ്ഞിട്ട് പറഞ്ഞു, അതാണ് ചേട്ടാ ഇത് സ്റ്റേജിൽ അങ്ങനെ പറഞ്ഞാൽ രസമായിരിക്കുന്നത്. അപ്പോൾ ഞാനങ്ങനെ ആ ലാലേട്ടൻ്റെ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞിട്ടാണ് പാടിയത്. അപ്പോൾ ലാലേട്ടൻ്റെ ഡയലോഗ് പറയുമ്പോൾ കൃത്യമായിട്ടൊന്നും എനിക്കറിയില്ല. നമുക്ക് ആ സ്റ്റൈലും മോഡുലേഷനും ഒക്കെ പിടിക്കാന്നുള്ളൂ. ശബ്ദം കൃത്യമായിട്ട് എനിക്ക് അദ്ദേഹത്തിന്റെ വഴങ്ങില്ല. അതല്ല, എന്താ പറയാ, ഏതെങ്കിലും ആർട്ടിസ്റ്റിന്റെ സൗണ്ടായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വല്ല റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെയൊന്നും സ്റ്റേജിലൊന്നും ആരും എൻ്റെ അടുത്ത് അല്ല. മാത്രമല്ല നമ്മൾ സ്റ്റേജിൽ പൊതുവെ ഞാൻ കുറച്ച് സീരിയസ് ആയിട്ടാണ് കാണുമ്പോൾ തന്നെ ആളുകൾക്ക് ഇയാളോട് ചോദിച്ചാൽ ശരിയാവില്ലെന്ന് തോന്നിയിട്ടായിരിക്കും, അറിയില്ല. എന്നോട് അങ്ങനെ ചോദിക്കാറില്ല. നമ്മൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ രസത്തിനൊക്കെ പറഞ്ഞാലേ ഉള്ളൂ.
അപ്പോൾ ഈ ഗുരുകുലം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞല്ലോ, അപ്പം എനിക്ക് തോന്നുന്നു ദേവരാജ മാസ്റ്ററിൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ശിഷ്യനാണല്ലോ സുധീപേട്ടൻ. അപ്പോൾ സാറിൻ്റെ എന്തെങ്കിലും, എല്ലാവർക്കും അറിയാമത്, പക്ഷേ സിനിമയായിട്ടുള്ള ബന്ധപ്പെട്ട എന്തെങ്കിലും ഓർമ്മകൾ ദേവരാജ മാസ്റ്ററിൻ്റെ പറയാൻ? മാസ്റ്റർ സിനിമാ രംഗത്തു നിന്നൊക്കെ പിന്മാറി പൂർണ്ണമായിട്ടും അദ്ദേഹത്തിൻ്റെ സംഗീത പുസ്തകങ്ങളുടെ രചന അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ചിന്തയൊക്കെ ആയിട്ട് തിരുവനന്തപുരത്ത് ഉള്ള സമയത്താണ് ഞാൻ മാസ്റ്ററെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ കീഴിൽ പഠിക്കാനുള്ള അവസരം കിട്ടുന്നതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമാ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് മാസ്റ്റർ പല സന്ദർഭങ്ങളിൽ പറഞ്ഞുള്ള ഓർമ്മകളെ എനിക്കുള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് കഴിഞ്ഞ ഒരു 6 വർഷം എന്ന് പറയുന്നത് എൻ്റെ ലൈഫിലെ ഏറ്റവും മനോഹരമായ തീർച്ചയായിട്ടും. കാര്യം അതിന് പകരം വയ്ക്കാൻ വേറെ ഒന്നുമില്ല. നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ അംഗീകാരങ്ങൾ സിനിമകളിൽ അതിനുശേഷം കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നല്ല നല്ല അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടാവും, പേര് കിട്ടിയിട്ടുണ്ടാവും, പാട്ടുകൾ ഹിറ്റായിട്ടുണ്ടാവും. അതിൻ്റെയൊക്കെ റീസൺ എന്ന് പറയുന്നത് വലിയൊരു ഗുരുനാഥൻ്റെ കാഴ്ചപ്പാട്, അദ്ദേഹത്തിൻ്റെ ശിക്ഷണം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്, എങ്ങനെയാണ് ഒരു പാട്ടിനെ അല്ലെങ്കിൽ എങ്ങനെയാണ് സിനിമാ സംഗീതത്തെ സമീപിക്കേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് ഉള്ളൊരു ധാരണ അതെൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി എടുത്തു എന്നുള്ളതാണ് മാസ്റ്റർ. എൻ്റെ ഗുരുക്കന്മാരെ ഞാൻ അതിനു മുമ്പുള്ള, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, മറ്റു ഗുരുക്കന്മാർ വിധു സാറാണെങ്കിലും ബാലൻ സാറാണ്, ശാന്തം ടീച്ചറാണ്, ഇവരൊക്കെ, അതുപോലെ പെരുമ്പാവൂർ രവീന്ദ്രനാഥ് സാറ്, ഏറ്റവും അധികം കാലം എന്നെ പാട്ട് പഠിപ്പിച്ചിട്ടുള്ള മറ്റൊരു ഗുരു ആണ് പെരുമ്പാവൂർ സാർ. ഇവരുടെ എല്ലാവരുടെയും കീഴിൽ നിന്ന് ഓരോരുത്തരിലും നമ്മൾ ഓരോന്നാണ് പഠിക്കുന്നത്. ഓരോ ഗുരുവിൻ്റെ കീഴിൽ നിന്ന് പഠിക്കുമ്പോഴും അവരുടെ സംഗീതത്തിൽ നമുക്ക് കിട്ടുന്ന സംഗീതത്തിലുള്ള പലതരത്തിലുള്ള സംഗീതം നമുക്ക് അവർ പറഞ്ഞു തരുന്നുണ്ട്. പാഠങ്ങൾ പലതാണ്, അറിവുകൾ പലതാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ഗാനത്തെ എങ്ങനെ സമീപിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് അതിനു മുമ്പ് ഈ ഗുരുക്കന്മാർ മറ്റുള്ളവർ പറഞ്ഞു തന്നിട്ട് എനിക്ക് മനസ്സിലാവാത്തതാവാം, അങ്ങനെയുണ്ടല്ലോ. ചെറിയ പ്രായത്തിലും ഇതേ കാര്യങ്ങളൊക്കെയാണ് മറ്റു ഗുരുക്കന്മാർ പറയുന്നത്. പക്ഷെ ഒരു ബോധമായ പ്രായത്തിൽ എന്ന് പറയണം, ഒരു സംഗീതത്തിൽ എങ്ങനെ പോകണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഒന്ന് പകച്ച് നിൽക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ മ്യൂസിക് പോകണോ അതോ ഇനി ലോ പഠിച്ച് വേറെ പോകണോ, അങ്ങനെ പല ചിന്തകളുള്ള സമയത്ത്, അല്ലെ തന്നെ ഈ പാട്ട് എന്താണ് സിനിമാ സംഗീതം എന്നുള്ളതിനെ സംബന്ധിച്ച് പാട്ടുകൾ എന്ന് നമുക്കറിയാം, പക്ഷെ ഇത് മഹത്തായ ഒരു സംഗീത ശാഖയാണ് എന്നുള്ളൊരു ബോധം അന്നില്ല. പാട്ടുകൾ നമുക്ക് ചുറ്റും ആയിരക്കണക്കിന് 10,000 പാട്ടുകളുണ്ട്. ഈ പാട്ടുകൾ കേൾക്കുന്നുണ്ട്, പാടുന്നുണ്ട്. പക്ഷേ നമ്മൾ പാടുന്നത് ആ പാട്ടിൻ്റെ പുറമേ ഉള്ള ഒരു കാര്യമാണെന്നും ഇതിനുള്ളിൽ ഇത്രയും കാര്യം ഓരോ പാട്ടിലും ഉണ്ട് എന്നുള്ളതും, ഓരോ പാട്ടിലും ഉള്ള ഓരോ വാക്കുകളിലും ഇന്ന കാര്യങ്ങളെന്നും, ഓരോ അക്ഷരത്തിലും എത്രത്തോളം സംഗീതം ഉണ്ടെന്നും, അല്ലെ ഓരോ അക്ഷരത്തിനും എത്ര പ്രാധാന്യം ഒരു പാട്ടിലുണ്ടെന്നുള്ളതും, ഈ ഓരോ പാട്ടും പാടേണ്ടതിൻ്റെ റെൻഡറിങ് എന്ന് പറയില്ല, നമ്മൾ എങ്ങനെ ഭാവാവിഷ്കാരം എന്ന് പറയില്ലേ. ഇപ്പോൾ റെൻഡറിങ്, ഡയലോഗ് റെൻഡറിങ് എന്നും പറയും, ഭാവത്തോടുകൂടി അവതരിപ്പിക്കാന്നേ ഉള്ളൂ. പാട്ട് പാടുക എന്നുള്ളതിന് മേലെയാണ് പാട്ട് റെൻഡർ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ട്യൂൺ പാടുന്നതല്ല. അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടായി വന്നത് അവിടെ മാസ്റ്ററുടെ ശിഷ്യനായതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ എൻ്റെ മറ്റു ഗുരുക്കന്മാരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ ഒരു കുറവ്, അല്ലെങ്കിൽ എനിക്കത് മനസ്സിലാവാത്തതുകൊണ്ട്, ഞാൻ പറഞ്ഞു മനസ്സിലാവാത്തതുകൊണ്ടോ എൻ്റെ ചിന്തകൾ അങ്ങനെ പോകാത്തതുകൊണ്ടോ ഞാനൊരു പക്ഷേ അങ്ങനെ വരണമെന്നില്ല. പക്ഷെ അത് മാത്രമല്ല, ഈ ദേവരാജൻ മാസ്റ്റർ മലയാള സിനിമയിൽ ഗായകർ എന്നുള്ള രീതിയിൽ യേശുദാസ് സാറിനെയും ജയേട്ടനെയും പി ജയചന്ദ്രൻ സാറിനെയും ഒക്കെ മോൾഡ് ചെയ്തെടുത്തെന്ന് പറഞ്ഞാൽ, അവരുടെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ 100 കണക്കിന് പാട്ടുകൾ പാടിച്ചാണ് അവരെ ഒരു റിഫൈൻ ചെയ്ത് അവരെ കൊണ്ടുവന്ന് വലിയ പാട്ടുകാരാക്കിയത്. അപ്പോൾ അവരൊക്കെ ഒരു പാട്ട് കിട്ടിയാൽ എങ്ങനെ പാടണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളവരാണ്. അതുണ്ടായത് ദേവരാജൻ മാസ്റ്റർ, ദക്ഷിണാമൂർത്തി സ്വാമി, ബാബുരാജ് സാറ്, രാഘവ് മാസ്റ്റർ പോലുള്ള വലിയ മാസ്റ്റേഴ്സിൻ്റെ കീഴിൽ പഠിച്ചിട്ടാണ് അവരങ്ങനെ വരുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കാലഘട്ടത്തിലുള്ള സംഗീത സംവിധായകരെല്ലാവരും പ്രതിഭയുള്ളവരാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ സാഹിത്യം, സംഗീതം, ഈ ഒരു കോമ്പിനേഷൻ്റെ നമ്മുടെ മലയാള സിനിമ കണ്ട അഗ്രഗണ്യനായിട്ടുള്ള കമ്പോസറാണ് ദേവരാജൻ മാസ്റ്റർ. അപ്പോൾ അദ്ദേഹത്തിൽ തന്നെ നേരിട്ട് പഠിക്കുക എന്ന് പറയുന്നത് അത് ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട വളരെ കുറച്ച് ആളുകൾക്ക് ആ ഭാഗ്യം കിട്ടിയുള്ളൂ. അതിലൊരാളായെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ. സാറാണ് ആ ഒരു കോൺഫിഡൻസ് തന്നത് തന്നെ, ഒരു പ്ലേ ബാക്ക് ഇതിലോട്ട് മ്യൂസിക് തന്നെ മതി, നിന്റെ വഴി മ്യൂസിക് ആണ് എന്ന് അദ്ദേഹമാണ് തീർത്ത് പറയുന്നത്. ദേവരാജ മാസ്റ്ററിന്റെ ശിഷ്യത്വം എനിക്ക് തോന്നുന്നു യേശുദാസ് സാറിനും കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ?
അതാ അവര് എല്ലാവരുടെയും യേശുദാസ് സാറിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പൈസ്വാമി, അങ്ങനെ ചെമ്മാങ്കുടി സ്വാമി, അങ്ങനെയുള്ള വലിയ വലിയ കർണാട്ടിക് മ്യൂസിക് മാസ്ട്രോസ് അവരുടെ കീഴിലും പഠിച്ചിട്ടുണ്ട്. സിനിമാ സംഗീതത്തിൽ ഇതുപോലെ ഇത്ര ഒരു പാട്ടെന്ന് പറഞ്ഞാൽ തന്നെ ചെറിയ പാട്ടൊന്നും അല്ലല്ലോ. നാദബ്രഹ്മത്തിനോ ശക്തിമയ ശിവശക്തിമയോ അല്ലെ സന്യാസിനിയോ ഈ പറഞ്ഞ പാട്ടുകൾ കായാമ്പൂവോ ആയിരം ഭാസനങ്ങളൊക്കെ എന്ന് പറയുന്നത് ഓരോന്നും ഓരോ അതുപോലുള്ള കോമ്പോസിഷൻസ് ആണ് പാടി വന്നത്. അപ്പം അത് ഓരോ അക്ഷരങ്ങളും ഓരോ സ്വരങ്ങളും ഓരോ ദക്ഷിണാമസ്വാമിയുടെ പാട്ടുകളിലൊക്കെ ഉള്ള ഗമകങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ വളരെ സൂക്ഷ്മമായിട്ട് ഇതെല്ലാം പഠിച്ചാണ് അദ്ദേഹം ഒരു വലിയ പാട്ടുകാരനെന്ന് അദ്ദേഹം തന്നെ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അതുപോലുള്ള പാട്ടുകളൊന്നും നമുക്ക് ഇനിയുള്ള കാലഘട്ടത്തിൽ അങ്ങനെ നമുക്ക് സിനിമ പാട്ട് പഠിക്കുന്നതിലൂടെ ഒരു പാട്ടുകാരന് വലിയ പാട്ടുകാരനാവാൻ പറ്റില്ല. ഇപ്പം വരുന്ന പാട്ടുകൾക്ക് അത്രയും മ്യൂസിക്കലി ഡിമാൻഡ് ചെയ്യുന്നില്ല. ഒരു പാട്ടെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ജസ്റ്റ് കേട്ട് പഠിച്ചാൽ പാടാവുന്ന പാട്ടുകളെ പൊതുവെ വരുന്നത്. കുറച്ചുകൂടെ ലൈറ്ററാണ് പാട്ടുകൾ, വളരെ ലൈറ്റായി പാട്ടുകൾ, ഏറ്റവും ലളിതമായിട്ടുള്ള പാട്ടുകളാണ് വരുന്നത്. മുമ്പെന്ന് പറഞ്ഞാൽ സിനിമ പാട്ടെന്ന് പറയുന്നെങ്കിലും സിനിമയുടെ ഭാഗമാണെങ്കിലും വളരെ ടഫാണ് പാട്ടുകൾ. ഒറ്റ ടേക്കിലാണ് അത് പാടണമെങ്കിലും ഒരുപാട് ദിവസം പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് ഓർക്കസ്ട്രയോട് കൂടി ഒറ്റ ടേക്ക് റെക്കോർഡിംഗ് ആണ്. നമ്മളിപ്പോൾ ഒരു പാട്ട് സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോഴാണ് ചിലപ്പോൾ പലപ്പോഴും, മുമ്പ് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, പാട്ടുകൾ തരുന്നു, നമ്മൾ പഠിക്കുന്നു, പാടുന്നു തന്നെ നമ്മളൊരു 40%-50% പാടിയാൽ ബാക്കി മെഷീൻ ജോലി ചെയ്യും. കാലഘട്ടത്തിന് മാറ്റമുണ്ട്. അപ്പോൾ അത്ര കണ്ട് പെർഫെക്ഷൻ ഉണ്ടാവും, ടെക്നിക്കലി പെർഫെക്റ്റ് ആയിരിക്കും. ഇമോഷണലി ഉള്ള കാര്യങ്ങൾ നമ്മൾ കൊടുത്താൽ മതി. മറ്റൊരു ടെക്നിക്കൽ പെർഫെക്ഷനും ഇമോഷണൽ രണ്ടും കൂടി വേണം അന്ന്. ഇന്ന് നമുക്കിപ്പോൾ ഇമോഷണലി കറക്റ്റ് ആയാൽ മതി, അക്ഷരങ്ങൾ കൃത്യമാവണം, ബാക്കി അല്ല പാടുന്നതിനകത്തുള്ള അത് മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രമാണ്. ഇപ്പോൾ ഒരു ഇമോഷൻ ഒരിക്കലും ഒരു മെഷീൻ ഉണ്ടാക്കാൻ പറ്റില്ല. എന്തേ വന്നെന്ന് പറഞ്ഞാലും ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ മനുഷ്യൻ തന്നെ വിചാരിക്കണം. സംഗീതത്തിൽ 100%. പക്ഷെ അത് ടെക്നിക്കലി പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. മുമ്പ് അതില്ല. ടെക്നിക്കലി പെർഫെക്ഷൻ വേണം, ഇമോഷണലി കറക്റ്റ് ആയിരിക്കണം, എല്ലാം ഒരു ഗായകൻ നോക്കി ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ആയിരക്കണക്കിന് പാട്ടുകൾ പാടിയ പാട്ടുകാരെയാണ് നമ്മളെപ്പോഴും ലെജൻഡ് എന്ന് പറയുന്നത്, നമ്മൾ പൂവിട്ട് പൂജിക്കുന്നത്. ഞങ്ങളൊക്കെ ആ കൂട്ടത്തിൽ നോക്കുമ്പോഴത്തേക്ക് വളരെ പിന്നോക്കമുള്ള ഇന്നത്തെ തലമുറയിൽപ്പെട്ട ആളുകളിൽപ്പെടുന്ന ആളുകളാണ്. SPB സാറിൻ്റെ കൂടെയുള്ള അനുഭവങ്ങൾ? ബാലുസാറുമായിട്ട് എനിക്ക് വളരെ കുറഞ്ഞ നേരിട്ടുള്ള അനുഭവങ്ങൾ വളരെ കുറവാണ്. ഒരിക്കൽ ഗന്ധർവ സന്ധ്യ എന്ന് പറഞ്ഞ പരിപാടിയിൽ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയ സമയത്ത് വന്നത്, അന്നെനിക്ക് സൈൻ ചെയ്ത് തന്ന എൻ്റെ ബുക്കിൽ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഓട്ടോഗ്രാഫ് എന്ന് പറഞ്ഞ പോലെ ഞാൻ എൻ്റെ പാട്ട് ബുക്കിൻ്റെ വലിയ ബുക്കായിരുന്നു അന്ന്. ആ ബുക്കിൻ്റെ ആദ്യത്തെ പേജുകൾ കുറച്ച് ഞാൻ ഒഴിച്ചിട്ടിട്ടുണ്ട്. അതിലിതുപോലെ വലിയ വലിയ പാട്ടുകാരെ കൊണ്ട് ഒപ്പിടിക്കാനായിട്ട്. അപ്പോൾ അതിനകത്ത് ബാലു സാർ സൈൻ ചെയ്ത് തന്നതാണ് ആദ്യ ഓർമ്മ. അതേപോലെ സ്റ്റേജിൽ ഒറ്റ തവണയെ എനിക്ക് ഒന്നിച്ച് പാടാൻ അവസരം കിട്ടിയിട്ടുള്ളൂ. അത് ബഹ്റൈനിലൊരു സ്റ്റേജ് ഷോയിലാണ് പങ്കെടുത്തത്. അതൊരു നിധി പോലെ ഞാൻ സൂക്ഷിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫാണ്. ആ പ്രോഗ്രാമിന് ചിത്രചേച്ചിയും ബാലുസാറും കൂടെ പ്രോഗ്രാമാണ്. ഞാൻ അവരുടെ ഒരു ചെറിയ പാട്ടായിരുന്നു അന്ന് മാടമ്പിയൊക്കെ ഇറങ്ങിയ സമയമാണ്. അമ്മ മഴക്കാരനെ പാടി, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ പാടി. അത് രണ്ടുപേര്. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. നിർത്താൻ പറയാൻ തോന്നുന്നില്ലായിരുന്നു. പക്ഷേ ഈ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു വലിയ സന്തോഷം തോന്നിയത്, ഞാൻ പാടുമ്പോൾ ഇത് ഓഡിയൻസ് നല്ല രീതിയിൽ ഈ പാട്ടിന് ക്ലാപ്പ് ചെയ്തു. അപ്പോൾ ബാലു സാർ ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ബാക്ക് സ്റ്റേജിൽ വന്നപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഹൗ ഇസ് ദ കമ്പോസർ, ഈ പാട്ടിൻ്റെ ആരാണ് എൻ്റെ? അപ്പം ഞാൻ ദേവരാജൻ മാസ്റ്റർ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കൈമേലേക്ക്, വേറെ യാർക്ക് എന്തോ തമിഴിൽ പറഞ്ഞു, ആരെ കൊണ്ട് ഇതുപോലൊരു പാട്ടുണ്ടാക്കാൻ പറ്റും എന്ന് ചോദിച്ചു. അപ്പോൾ അതെനിക്ക് അദ്ദേഹം ആ പാട്ട് ശ്രദ്ധിച്ചുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. പിന്നെ അതിനേക്കാൾ അന്ന് പ്രോഗ്രാമിന് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ മലരെ മൗനമ ബാലു സാറും ചിത്രചേച്ചിയും കൂടെ പാടുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ ഒരു ഹമ്മിങ് ഉണ്ട്. ശ്രീനി ചേട്ടനാണ് ഒറിജിനലി പാടിയിരിക്കുന്നത്. അപ്പോൾ അത് റിഹേഴ്സൽ സമയത്ത് ബാലു സാർ ചോദിച്ചത് പാടാമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ആ ഹമ്മിങ് അന്ന് ഞാനൊരു പഠിച്ചിട്ടും പാടിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറ് നോക്കാം. പറഞ്ഞാൽ എന്തായാലും 24 bars എനിത്തിങ്
യു ക്യാൻ സിങ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ കൂടെ ഒന്ന് നോക്കിയിട്ട് അപ്പോൾ പാടി. സ്റ്റേജിൽ വെച്ചാൽ അതുപോലെ ബാക്കിൽ നിന്ന് പാടിയാൽ മതിയല്ലോ. പക്ഷേ അദ്ദേഹം ഫ്രണ്ടിലേക്ക് വിളിച്ച് എൻ്റെ പേരൊക്കെ പറഞ്ഞ് വിളിച്ച് ഓഡിയൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് പാടിച്ചത്. അപ്പോൾ അങ്ങനെ ഞങ്ങളൊന്നിച്ച് സ്റ്റേജിൽ നിന്ന് പാട്ട് പാടി. അപ്പോൾ പിറ്റേ ദിവസത്തെ അവിടുത്തെ പത്രങ്ങളിലെല്ലാം ബാലു സാറും ചിത്ര ചേച്ചിയും ഞാനും കൂടെ നിൽക്കുന്ന ഫോട്ടോ വന്നു. ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫ് സ്റ്റേജിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഷെയർ ചെയ്യുന്ന ഒരു ഫോട്ടോ എൻ്റെ കയ്യിൽ ഇല്ല, കിട്ടില്ല. മാത്രമല്ല ഒരേ ഒരു പരിപാടിക്കേ പാടിയിട്ടുള്ളൂ. ആ ഫോട്ടോ ഇപ്പോഴും എൻ്റെ ആ പത്രവും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ വല്ലാത്തൊരു പ്രൗഡ് മൊമെന്റ്, ഓർമ്മിക്കാൻ പറ്റണ ഒരു ഇതിലല്ലേ. ഹോബീസ് എന്തൊക്കെയാ സുധീപേട്ടൻ്റെ അതർ ദാൻ പാട്ടുകളല്ലാത്ത? ഹോബി എന്ന് പറഞ്ഞാൽ എനിക്ക് റീഡിംഗ് ആണ് എനിക്ക് ഇഷ്ടമുള്ള. അച്ഛൻ നല്ലൊരു വായന, അച്ഛനെ എഴുത്തും വായനയും, അച്ഛൻ്റെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കുട്ടിക്കാലം മുതൽ അങ്ങനെ ഒരു ഹോബി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാൻ കാരണം വീട്ടിൽ നല്ലൊരു ലൈബ്രറി, കുട്ടിക്കാലം മുതൽ ഓർമ്മയുള്ള കാലം മുതൽ നല്ല ലൈബ്രറി ഉണ്ട്. അപ്പോൾ സ്കൂൾ വെക്കേഷൻ സമയത്തൊക്കെ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കും. അങ്ങനെ എങ്ങനത്തെ ടൈപ്പ് ബുക്സ് ആണ്? അന്നൊക്കെ ഈ സയൻസ് ഫിക്ഷൻ ചെറിയ അതൊക്കെ ചെറിയ നോവലുകൾ വായിച്ചിട്ടുണ്ട്, ചെറു കഥകൾ. പിന്നെ ഈ അന്നത്തെ എനിക്ക് 5ാം ക്ലാസ്സിൽ 6 പഠിക്കുമ്പോഴാണ് ഈ പഞ്ചതന്ത്രമൊക്കെ വായിക്കുന്നത്. അങ്ങനെയുള്ള കഥകൾ, കുട്ടി കഥകൾ. പിന്നെ ഈ റഷ്യൻ പുസ്തകങ്ങളൊക്കെ അക്കാലത്ത് ആ സമയത്ത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നല്ലോ. സോവിയറ്റ് യൂണിയനിൽ നിന്ന് കുറേ ബുക്സ് ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ഉണ്ട്. എന്താ കൾച്ചറൽ എക്സ്ചേഞ്ചിന്റെ ഭാഗമായിരുന്നു എനിക്ക് തോന്നുന്നു. ഒരുപാട് പുസ്തകങ്ങൾ കിട്ടുമായിരുന്നു, നല്ല ബൈൻഡിങ്, കാണാനൊക്കെ നല്ല ഭംഗിയുള്ള പുസ്തകങ്ങൾ വരുമായിരുന്നു, റഷ്യൻ ബുക്സ്. അപ്പോൾ ആന്റോൺ ചെക്കോ അങ്ങനെയൊക്കെ ആളുടെ നോവലുകൾ, ആരുടെയൊക്കെ റൈറ്റേഴ്സിന്റെ പേരൊക്കെ മറന്നുപോയി. അങ്ങനെ വായിക്കുന്ന ഒരു സ്കൂൾ കാലം ഉണ്ടായിരുന്നു. പിന്നെ ഇൻട്രസ്റ്റ് ഫുൾ മ്യൂസിക്കലായപ്പോൾ അത് വിട്ടുപോയി. ഇപ്പോൾ ഞാൻ കൂടുതലും വായിക്കാൻ ശ്രമിക്കുന്നത് എല്ലാം മ്യൂസിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള സംഗീതജ്ഞരുടെ ചരിത്രങ്ങൾ, സംഗീതമായിട്ട് ബന്ധപ്പെട്ടുള്ള പുസ്തകങ്ങളും അങ്ങനെയുള്ളതൊക്കെയാണ് വായിക്കുന്നത്. ഇപ്പം അച്ഛൻ പുസ്തകങ്ങൾ എഴുതിയെന്ന് പറഞ്ഞല്ലോ. അപ്പം സുധീപേട്ടൻ അങ്ങനെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? ഞാൻ എഴുത്തിലേക്ക് വന്നത് വളരെ യാദൃശ്യമായിട്ടാണ്. കൊറോണ കാലത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ എല്ലാവരും പറയുന്ന പോലെ ഈച്ചയെ എങ്ങനെ അടിക്കാം എന്നുള്ളതിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരുന്ന ഒരു സമയത്താണ് ഞാൻ ഒരു ചിന്ത വന്നത്, എന്തെങ്കിലും ചെയ്യണമല്ലോ. രാവിലെ എണീക്കുമ്പോൾ ശൂന്യതയാണ്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല, ഫ്ലാറ്റിൻ്റെ ഗേറ്റ് വാതിലൂരും തുറക്കാൻ പറ്റാത്ത സമയത്ത് രാവിലെ എണീറ്റിട്ട് ഞാൻ വിചാരിച്ചു കുറച്ച് പാട്ട് പാടാനുള്ള മൂടുമില്ല, ഒന്നുമില്ല. ആ സമയത്ത് വെച്ചാൽ ചിലപ്പോഴൊക്കെ ഇതുപോലെ പത്രങ്ങളിലേക്ക് അല്ലെ മാസികകളിലേക്കൊക്കെ എന്തെങ്കിലും ഒരു ആരെയും കുറിച്ചൊരു ഓർമ്മക്കുറിപ്പ് എഴുതി തരുമെന്ന് വെച്ചാൽ ഞാൻ ഫോണിൽ പറഞ്ഞാൽ മതി, ഞങ്ങൾ എഴുതിക്കോളാമെന്ന് പലരും പറയാറുണ്ട്. പക്ഷെ ഞാൻ പറയില്ല, ഞാൻ എഴുതി അയക്കാന്ന്. അങ്ങനെ ഞാൻ എഴുതി വെച്ചിരുന്ന ചില ഓർമ്മക്കുറിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതൊക്കെ എടുത്തുനിന്ന് പൊടിയിട്ട് ഒന്ന് വായിച്ചു നോക്കിയപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് എഴുതാൻ തോന്നി. അങ്ങനെ ചിലത് എഴുതി. ദേവരാൻ മാസ്റ്ററുടെ കൂടെയുള്ള സമയത്ത് ചില കാര്യങ്ങൾ എഴുതി കുറേ ദിവസങ്ങളായി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ബുക്കിനുള്ള മാറ്റർ ഉണ്ടെന്ന് തോന്നി. അങ്ങനെ ഒലിവ് ബുക്സ് എൻ്റെ ഓണർ നമ്മുടെ MK മുനിക സാർ, മിനിസ്റ്റർ ആയിരുന്ന മുനിക സാറിനോട് സംസാരിച്ചു. സാർ അയ്യോ അത് സുധീർ റെഡിയാകുമ്പോൾ ഇങ്ങനെ അയച്ചാൽ മതി, നമുക്ക് പബ്ലിഷ് ചെയ്യാമല്ലോ എന്ന്, മാസ്റ്ററെ കുറിച്ച് ഉള്ളൊരു ബുക്ക്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 10-15 ലേഖനങ്ങളെ ദേവരാം മാസ്റ്ററെ ബന്ധപ്പെട്ടുള്ളൂ, ബാക്കിയൊക്കെ വേറെ വിഷയങ്ങളായിരുന്നു. അപ്പം ഞാനത് ബാക്കി കുറച്ചുകൂടി എൻ്റെ ഓർമ്മയിലുള്ള കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് എക്സ്ക്ലൂസീവ് മാസ്റ്ററുടെ ഒരു സംഗീതത്തെ കാലം, പഠനകാലവും എല്ലാം കൂടെ വെച്ചിട്ടൊരു സാധനം എഴുതി അതയച്ചു. രാഗതരംഗിണി എന്നുള്ള പേരിൽ ഒലിവ് പബ്ലിഷ് ചെയ്ത്. അത് കൊറോണ സമയമായിട്ട് ഇവിടെ ഒരു ഫംഗ്ഷൻ നടത്താൻ പറ്റിയില്ല. ആ സമയത്ത് US ഞാനൊരു ഫംഗ്ഷന് പോയ സമയമായിരുന്നുകൊണ്ട് അല എന്ന് പറഞ്ഞ ആർട്ട് ലവേഴ്സ് ഓഫ് അമേരിക്ക സംഘടന ഉണ്ട്, അവരുടെ ഒരു വേദിയിൽ വെച്ച് ഷിക്കാഗോയിൽ വെച്ച് പബ്ലിഷ് ചെയ്തു. അത് ഒരു പ്രകാശനമായിട്ട് നടത്തി. പിന്നെ അത് കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നിട്ട് കൊല്ലത്ത് ദേവരാൻ മാസ്റ്ററുടെ നാട്ടിൽ പരവൂർ ഫാസ് അവരുടെ ഒരു പരിപാടിയിൽ വെച്ച് ശ്രീമാരൻ തമ്പി സാറ് ഇവിടെ നാട്ടിലൊരു പ്രകാശനം പിന്നീട് നടത്തി. അത് നല്ല രീതിയിൽ ആ ബുക്ക് ആളുകൾ വായിച്ചിട്ടൊക്കെ പലപ്പോഴും ഫോൺ ചെയ്തൊക്കെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്, അതിലൊരു സന്തോഷമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമതൊരു ബുക്ക് കൂടെ. ആദ്യ ബുക്ക് ഹിറ്റായതോടെ രണ്ടാമത്തെ ബുക്കിനോട് അല്ല, രണ്ടാമത് ഒരിക്കലും എഴുതുമെന്ന് വിചാരിച്ചല്ല. ഈ ബുക്ക് എഴുതുന്ന സമയത്ത് ഒലിവിന്റെ മാനേജർ എന്ന് പറഞ്ഞത് ഷെഹനാസ് എന്ന് പറഞ്ഞ എഴുത്തുകാരിയാണ്, പബ്ലിഷറാണ്. ഷെഹനാസ് സ്വന്തമായിട്ടൊരു പബ്ലിക്കേഷൻ തുടങ്ങി, മാക്ബത്ത് ബുക്സ്. ഷെഹനാസ് ആ സമയത്ത് എന്നോട് പറഞ്ഞു, സാർ ഇനി വേറൊരു ബുക്ക് എഴുതുകയാണെങ്കിൽ നമുക്ക് പ്രസിദ്ധീകരിക്കണം, ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് കഴിഞ്ഞ ഷാർജ ബുക്ക് ഫെസ്റ്റിവൽ സമയത്ത് ഷെഹനാസ് ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന. അപ്പം ഞാൻ നോക്കിയപ്പം പെട്ടെന്ന് ഇപ്പം നോക്കിയപ്പോൾ അന്ന് എഴുതിയതിൽ ഒരു കുറച്ച് ലേഖനങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, വേറെ സബ്ജക്ട്സും അതുണ്ടായിരുന്നു. പിന്നെ ആലോചിച്ചപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലുണ്ടായിരുന്നു, എല്ലാം കൂടെ വളരെ പെട്ടെന്ന് ഒരു 1-1.5 മാസം കൊണ്ട് എഴുതി. അങ്ങനെ അതാണ് ഷാർജ ബുക്ക് ഫെസ്റ്റിവൽ പബ്ലിഷ് ചെയ്തത്. കേസില്ല വക്കീൽ. പ്രൊഫഷണൽ വെച്ചെന്നെ. അതെ.
അപ്പോൾ അത് പബ്ലിഷ് ചെയ്തു. അത് നല്ല രീതിയിൽ അതിൻ്റെ ഒരു സെക്കൻഡ് എഡിഷൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അല്ലല്ല, അതിൻ്റെ ഫസ്റ്റ് ഇറക്കിയ ബുക്സ് തീർന്നു, സെക്കൻഡ് എഡിഷൻ ഇപ്പം പബ്ലിഷ് ചെയ്യും. ഇനി ഉടനെ എഴുതുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല, കാര്യം അതിനുള്ള സമയമാണ് വിഷയം. എഴുത്തെന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവ് ജോബ് അല്ലേ, മൂടും വരണല്ലോ അല്ലേ, നമുക്ക് സമയം വേണം. ഇത് ഒരു ഫ്ലോയിൽ നമ്മൾ ഇരിക്കുമ്പോഴത്തേക്കല്ലേ വരുള്ളൂ, അല്ലാതെ ഒരു പാരഗ്രാഫ് ഇന്ന് എഴുതി ബാക്കി നാളെ എഴുതി അങ്ങനെ എഴുതാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഒരുപാട് വിഷയങ്ങൾ മനസ്സിലുണ്ട്, പക്ഷെ അതിനുള്ളൊരു സമയം കിട്ടുമ്പോൾ ഇനി അടുത്ത് എഴുതും. ഒരുപാട് ബുക്സ് ഇറങ്ങാൻ സാധിക്കട്ടെ ഇനി നമുക്ക് വായിക്കാനും. മ്യൂസിക്കലായിട്ടുള്ള കാര്യങ്ങൾ എഴുതാനാണ് എനിക്ക് ഇഷ്ടം കൂടുതൽ. പക്ഷെ അത് മ്യൂസിക്കലായ കാര്യങ്ങൾ എഴുതുന്നതിന് പരിമിതിയുണ്ട് താനും. ഒരു പാടി എക്സ്പ്രസ് ചെയ്യുന്നത് പോലെ എഴുതി എക്സ്പ്രസ് ചെയ്യാൻ മ്യൂസിക് എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അച്ഛൻ പുസ്തകങ്ങൾ എഴുതുമെന്ന് പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ അച്ഛൻ്റെ ഏതാണ് പ്രസിദ്ധമായ ബുക്കുകളൊക്കെ ഏതൊക്കെയായിരുന്നു? അച്ഛൻ എഴുതിയ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ എന്ന് പറയുന്നത്, ഏറ്റവും ശ്രദ്ധേയമായ 2 പുസ്തകങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് വഞ്ചിപ്പാട്ട് എന്ന പുസ്തകമുണ്ട്. അത് വഞ്ചിപ്പാട്ടിൻ്റെ ചരിത്രവും അതൊരു ഗവേഷണ പുസ്തകമാണ്. ഒരുപക്ഷെ ആ മേഖലയിലുള്ള ഈ റീസെൻറ്റ് കാലഘട്ടത്തിൽ വന്ന പുസ്തകങ്ങളെക്കാളൊക്കെ ഏറ്റവും വാല്യൂ ഉള്ളൊരു ബുക്കാണ്. അച്ഛൻ അതുപോലെ തന്നെ ഈ വഞ്ചിപ്പാട്ട് മത്സരത്തിന് സ്റ്റേറ്റ് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് വർഷങ്ങളായിട്ട് ജഡ്ജാണ്. അച്ഛൻ്റെ പേര് ഞാൻ പറഞ്ഞൊന്നും ഓർമ്മയില്ല, കൈനകരി സുരേന്ദ്രൻ എന്നാണ് അച്ഛൻ്റെ പേര്. അച്ഛൻ കുട്ടനാട്ടിൽ ജനിച്ചു വളർന്ന ആളാണ്. അപ്പം അച്ഛൻ അതിൻ്റെ ചരിത്രവും എല്ലാം കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതിനേക്കാൾ അറിയാവുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരുപാട് റെഫർ ചെയ്ത് പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ വിവിധ ശൈലികളുള്ള വഞ്ചിപ്പാട്ടുകളെക്കുറിച്ചും എല്ലാം ഉണ്ട്. പിന്നെ ജലോത്സവങ്ങളുടെ നാട്ടിൽ എന്ന് പറഞ്ഞ് വേറൊരു ബുക്കുണ്ട്. അത് വള്ളംകളികളെ കുറിച്ചാണ്, കേരളത്തിലെ വിവിധ ജലോത്സവങ്ങളെക്കുറിച്ചും വിവിധ കളിയോടങ്ങളെക്കുറിച്ചും അതിൻ്റെ എല്ലാം നിർമ്മാണ ചരിത്രവും അങ്ങനെയുള്ള അതും ഒരു സ്റ്റഡി മെറ്റീരിയലാണ്. അതുപോലെ തന്നെ മറ്റൊരു ഗവേഷണ സ്വഭാവമുള്ള പുസ്തകമാണ് കഥാപ്രസംഗ കലയുടെ നാൾവഴികൾ എന്ന് പറഞ്ഞു. അത് കഥാപ്രസംഗത്തിൻ്റെ ഹിസ്റ്ററി, കേരളത്തിൽ എത്ര കാഥികന്മാരുണ്ടായിരുന്നു, അവർ പറഞ്ഞ കഥകൾ ഏതൊക്കെയാണ്, കഥാപ്രസംഗം എങ്ങനെയാണ് ഉണ്ടായത്, അങ്ങനെയുള്ള അതിൻ്റെ ഒരു ഹിസ്റ്ററിയും എല്ലാം കൂടെ വരുന്ന ഒരു ഗംഭീര പുസ്തകമായിരുന്നു. ഇതൊക്കെയാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പുസ്തകങ്ങൾ. പിന്നെ കൂടാതെ നാടൻ പാട്ടുകൾ സാഹിത്യ മരതകങ്ങൾ എന്ന് പറഞ്ഞൊരു ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് അവസാനം പുറത്തിറങ്ങിയത്. അതെന്ന് വെച്ചാൽ നാടൻ പാട്ടുകളുടെ ശൈലി വ്യത്യാസങ്ങളെക്കുറിച്ചും കേരളത്തിലെ ഒരുപാട് പാട്ടുകളുണ്ട്. ഇപ്പം ചാറ്റുപാട്ട്, ഞാറ്റുപാട്ട്, തേക്ക് പാട്ട്, വടക്കൻ പാട്ട്, തെക്കൻ പാട്ട്, അങ്ങനെ ഒരുപാടുണ്ട്. നാടൻ പാട്ടല്ല, പുള്ളുവൻ പാട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഫോക്ലോറിൻ്റെ ഒരു അതും വലിയ ബുക്കാണ്. 500 പേജോളമുള്ള വലിയ പുസ്തകമാണ്. അതൊക്കെയാണ്. എല്ലാ പുസ്തകങ്ങളും ഞാൻ പൂർണ്ണമായിട്ട് വായിച്ചിട്ടില്ല. അച്ഛൻ്റെ പുസ്തകങ്ങളൊക്കെ എല്ലാം എൻ്റെ കയ്യിലുണ്ട്. പിന്നെ അച്ഛൻ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, കുറേ അധികം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, കവിതകൾ എഴുതിയിട്ടുണ്ട്. കൊന്നപ്പൂക്കൾ എന്ന് പറഞ്ഞൊരു കവിതാ സമാഹാരമുണ്ട്. ചന്ദനഗന്ധിയായ പൊന്നുപോലെ എന്ന് പറഞ്ഞിട്ടൊരു ലേഖന സമാഹാരം, കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം എന്നെ സംബന്ധിച്ചെന്ന് പറയുന്നത് ഓരോന്നിൻ്റെയും മൂല്യം ഓരോ നിമിഷവും കൂടി വരുന്ന പറഞ്ഞാൽ മറ്റുള്ള ആളുകൾ എന്നെ വിളിച്ച് ഇതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ കൂടുതലായിട്ട് പറയുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അച്ഛനിപ്പം വിട്ടുപോയിട്ട് വളരെ കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. അപ്പം അച്ഛൻ്റെ അസാന്നിധ്യം ഓരോ നിമിഷവും ഞാനിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ആളുകൾ വിളിച്ചിട്ട് പറയും, ആ പുസ്തകം സാറിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി 1-2 പേര് എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ എനിക്കതിൽ എന്നും അഭിമാനമുണ്ട്. അതുപോലെ അച്ഛൻ അത്രയും വർക്ക് ചെയ്തിട്ടാണ് ഓരോ ബുക്സും എഴുതിയിട്ടുള്ളത്. പിന്നെ വലിയ സംഗീത പ്രേമിയായിരുന്നു അച്ഛനും. ഈ പാട്ടുകളെ സംബന്ധിച്ചൊക്കെയുള്ള എനിക്കിപ്പം പലപ്പോഴും പല പാട്ടുകളും അച്ഛൻ പാടിയതാണ് എൻ്റെ മനസ്സിൽ. ഇപ്പോൾ KPSCയുടെ നാടക പാട്ടുകളൊക്കെ തന്നെ നമ്മൾ ഈ റെക്കോർഡിലൂടെ, അന്നത്തെ LP റെക്കോർഡിൽ ഇറങ്ങിയ പാട്ടുകളെ നമ്മൾ കേൾക്കുന്നുള്ളൂ. പക്ഷെ അതല്ലാത്ത ഒരുപാട് പാട്ടുകൾ അച്ഛനൊക്കെ അറിയാമായിരുന്നു. അവർ കേട്ട് മനസ്സിൽ കൊണ്ടുനടന്ന പാട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നിധിയായിട്ട് അതൊക്കെയാണ് കൊണ്ടു നടക്കുന്നത്. ഇപ്പം മക്കൾക്കും ആ ഒരു ഇപ്പം അച്ഛനിൽ നിന്ന് സുധീപേട്ടനെ കിട്ടി, സുധീപേട്ടനിൽ നിന്നും ഇപ്പം എൻ്റെ അതുപോലെ തന്നെ ഞാനും എൻ്റെ ബ്രദറുമാണ്, ഞങ്ങൾ 2 പേരാണ്. അനിയനും നല്ല രീതിയിൽ കലാവാസനയുള്ള ആളാണ്. പക്ഷേ അദ്ദേഹം വേറൊരു വഴിയിൽ പോയി, ഉദ്യോഗസ്ഥനാണ്, സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് പ്രൊഫഷൻ ഇതാക്കി എടുത്തിട്ടില്ല. പക്ഷേ അനിയന് ഏറ്റവും ടാലൻറ്റ് ചിത്രരചനയിലാണ്. ശരിക്കും അതിനെ
പൂർണ്ണമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുകയോ അതിലേക്ക് ശ്രദ്ധിച്ച് പോവുകയോ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ അറിയപ്പെടുന്ന ചിത്രകാരനാവേണ്ടതാണ്. കാര്യം അത്ര പെർഫെക്ഷനോടുകൂടി വരയ്ക്കും പടങ്ങൾ. പോർട്രേറ്റ്സും വരയ്ക്കും, അല്ലാതുള്ളതും വരയ്ക്കും, ഡിസൈൻ ചെയ്യാനുള്ള അതെല്ലാം ഉണ്ട്. പക്ഷേ ഇനി ചെയ്യാൻ സമയമുണ്ട്. ഇപ്പം എല്ലാ ആളും ലൈഫ് എക്സ്പ്ലോർ ചെയ്യുന്നത് റിട്ടയർ ചെയ്തതിന് ശേഷം. അപ്പോൾ അത് കഴിയുമ്പോൾ ചെയ്യുമായിരിക്കും എന്ന് വിചാരിക്കുന്നത്. ചെയ്യണമെന്നാ പറയുന്നത്. കാരണം എനിക്ക് തോന്നുന്നു വലിയൊരു എല്ലാം കൊണ്ടും ടാലന്റഡ് ആയിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന്. പിന്നെ എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ രണ്ടുപേരാണ് എനിക്ക്. മക്കൾ രണ്ടുപേർക്കും മ്യൂസിക്കും ഉണ്ട്, ഡാൻസും ഉണ്ട്. വൈഫ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വൈഫ് പിന്നെ ക്ലാസിക്കലി ട്രെയിൻഡ് ആണ്, ഡാൻസറാണ്. വൈഫ് എല്ലാ തരം ഡാൻസും ചെയ്യും. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടിയൊക്കെ പഠിച്ചതാണ് കലാമണ്ഡലത്തിൽ. രണ്ടുപേരും കൂടെ ഡാൻസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. എൻ്റെ രൂപം വെച്ചിട്ട് ഊഹിക്കാമല്ലോ. അതുകൊണ്ട് അല്ല, അന്ന് 6 വയസ്സുള്ള ഞാൻ കളിക്കുന്ന ഭരതനാട്യം ഒരുപക്ഷെ ജനം സഹിക്കും. ഇപ്പോഴത്തെ എൻ്റെ രൂപത്തിലുള്ള ഭരതനാട്യം സഹിക്കാനുള്ള ശക്തി കേരളത്തിൽ ആർക്കും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ കൊറോണ സമയത്ത് ഞാൻ വീണ്ടും ഭരതനാട്യം പ്രാക്ടീസ് ചെയ്തു. ഞാൻ വീട്ടിൽ വൈഫ് ഭയങ്കര നിർബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പരിപാടിയൊന്നും എക്സസൈസിനൊന്നും ആ സമയത്ത് പോകുന്നില്ല. അപ്പം പറഞ്ഞു കുറച്ച് ദിവസം പിള്ളേർ അവർ കുട്ടികൾ പഠിക്കുന്ന ആ ഐറ്റം തന്നെ കുറച്ച് പ്രാക്ടീസ് ചെയ്ത് പറഞ്ഞിട്ട് 2-3 ദിവസമൊക്കെ കളിച്ച് നോക്കി. പിന്നെ എനിക്കൊരു മടി, പിന്നെ ഞാനങ്ങ് നിർത്തിയത്. അല്ല, അതുകൊണ്ടല്ല, ഇൻട്രസ്റ്റ് ആണല്ലോ വിഷയം. ഡാൻസ് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും അസൂയുള്ള 2 ആളുകളോടാണ്. ഒന്ന് ചിത്രകാരന്മാരോടും, 2 നർത്തകരോടുമാണ്. കാര്യം ഡാൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഫിസിക്കലി ഇപ്പം ഒരു സ്പോർട്സ് ഐറ്റംസ് ഇപ്പം ക്രിക്കറ്റ് കളിക്കാൻ, ഫുട്ബോൾ കളിക്കുന്നവരുടെ സ്റ്റാമിനയെ കുറിച്ച് നമ്മളെല്ലാവരും വളരെ പറയാറുണ്ട്. ഇത്ര സ്റ്റാമിന ഉണ്ടെങ്കിലാണ് ഒരു ഒളിമ്പിക്സിൽ ഒരാൾക്കൊന്ന് പങ്കെടുക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞ പോലെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്രയും എനർജി വേണം ഒരു ഭരതനാട്യം ഒരു 15 മിനിറ്റ് ഒരു ഐറ്റം ഡാൻസ് ചെയ്യണമെങ്കിൽ. അറിയാമല്ലോ, അതിനകത്ത് പറഞ്ഞപ്പോൾ ചലനങ്ങൾക്ക് സ്പോർട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിപ്പം ചെയ്യുന്ന പോലെ ഇതിനെന്ന് പറഞ്ഞാൽ താളാത്മകമായ ചലനങ്ങളാണ്. അതിനകത്ത് സംഗീതമുണ്ട്, പിന്നെ എക്സ്പ്രഷൻ ഉണ്ട്, ഭാവമുണ്ട്. ഭാവരാഗ താള ലയ ഇതെല്ലാം എല്ലാ സമ്മേളനമുള്ളൂ. അപ്പം ഒരു ക്ലാസിക്കൽ ഡാൻസർ എന്ന് പറയുമ്പോൾ കഥകളി ചെയ്യുന്നവരോടെന്ന് പറഞ്ഞാൽ എനിക്ക് അസാധ്യമായിട്ടുള്ള എനിക്ക് അവരോട് പറയാൻ വാക്കുകളില്ല. അത്രയും ബഹുമാനം തോന്നുന്ന ഒരു കലാകാരന്മാരാണ്. ഡെഡിക്കേഷൻ അത്ര കണ്ട് മനസ്സർപ്പിച്ച് പഠിച്ചാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും അതുപോലെ ചിത്രകാരന്മാരോട് അസൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വര വരയ്ക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ മുഖമായിട്ട് നമുക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർട്ടൂണിസ്റ്റുകളോടൊക്കെ നമുക്ക് എങ്ങനെയാ ഒരു എക്സ്പ്രസ് ചെയ്യാൻ അവരോടുള്ള ഇഷ്ടം നമുക്ക്. ചില ആളുകൾ വെറും ഒരു ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ 4 സ്ട്രോക്കിൽ നമുക്ക് ഒരു സ്ഥലം, ഒരു താഴ്വരയൊക്കെ നമ്മളെ അനുഭവിപ്പിക്കും അവർ. അപ്പോൾ ഈ 2 വിഭാഗത്തോടാണ് എല്ലാ കാലത്തും കൂടുതലായിട്ട് ഒരു അസൂയ കലർന്ന ബഹുമാനം ഉള്ളത്. അപ്പോൾ എൻ്റെ കുട്ടികൾ 2 പേർക്കും സംഗീതവും നൃത്തവും ഉണ്ടെങ്കിലും കൂടുതൽ അമ്മയുടെ വഴിയിലാണ്. 2 പേരും ഡാൻസാണ്. മൂത്തയാളിപ്പോൾ ഇവിടെ ഇല്ല, പഠിക്കുന്നത് ഓസ്ട്രേലിയയിലാണ് ഗ്രാജുവേഷന്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബ്രേക്ക് വന്നിട്ടുണ്ട്. 2-മത്തെ ആളിപ്പം ഭരതനാട്യവും കുച്ചിപ്പുടിയും നട്ടുവാങ്കവും ഒക്കെ പഠിക്കുന്നുണ്ട്. പെർഫോമൻസും ചെയ്യാറുണ്ട്, ക്ലാസ്സസ് ഉണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ പാട്ടും മിമിക്രി, എഴുത്ത്, മ്യൂസിക് കമ്പോസിങ് ചെയ്തിട്ടില്ലേ? പാട്ടുകൾ ട്യൂൺ ചെയ്തിട്ടുണ്ട്, കമ്പോസ് ചെയ്തിട്ടുണ്ട്. ചില പാട്ടുകൾ എഴുതി കമ്പോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഡിവോഷണൽസ് അല്ലെങ്കിൽ ആൽബംസ് അങ്ങനെയുള്ളതൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഓണപ്പാട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ അയ്യപ്പൻ പാട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാതെയുള്ള ചില സംഘടനകൾക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള അവരുടെ സിഗ്നേച്ചർ സോങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ആക്ടിങ്ങിലോട്ട് താല്പര്യം എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നോ? ആക്ടിങ്ങിലേക്ക് എനിക്ക് താല്പര്യം ഉണ്ട്, പക്ഷെ അങ്ങനെ ആരും എന്നെ വിളിച്ചിട്ടില്ല. ഇന്റർവ്യൂ കണ്ടിട്ട് എന്താണെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ സുധേട്ടൻ പോവോ? അല്ല, എന്നെക്കൊണ്ട് പറ്റുന്നതായിരിക്കണം. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ആക്ടിങ്ങിനെ കുറിച്ചൊന്നും കാഴ്ചപ്പാടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇത് എങ്ങനെ ഒരു ക്യാരക്ടർ അവതരിപ്പിക്കാമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അത് നല്ലൊരു സംവിധായകൻ, ഇപ്പോൾ ഒരു ക്ലേ കൈ കിട്ടുന്ന പോലെ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡയറക്ടറുടെ കീഴിലാണെങ്കിൽ ചെയ്യാൻ പറ്റും. പറഞ്ഞു തരുന്നത് ചെയ്യാനൊക്കെ പറ്റുമായിരിക്കും. അങ്ങനെ ഒരു കാലത്ത് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, അഭിനയിക്കണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ പല ആളുകളും അഭിനയിക്കുന്ന കാണുമ്പോൾ അഭിനയത്തിന്റെ രീതികളൊക്കെ മാറിയല്ലോ. മുമ്പെന്നൊക്കെ പറഞ്ഞാൽ ഒരു അഭിനയം കൃത്യമായിട്ട് പഠിച്ച് ഇങ്ങനെ ഒരു നിയമങ്ങളും വ്യാകരണം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അത് മാറി, ഒരാൾ സ്വാഭാവികമായിട്ട് അഭിനയിക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു രീതി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അത് പല ആളുകളും നന്നായിട്ട് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നും, ഇതുപോലെ ഒരാൾ നമ്മളെ ഡയറക്റ്റ് ചെയ്താൽ നമുക്ക് ചെയ്യാമല്ലോ എന്ന് തോന്നും. അതിനപ്പുറത്തേക്ക് വേറെ കടുത്ത ആഗ്രഹങ്ങളൊന്നും ഇല്ല. പക്ഷെ അപ്പൊ അങ്ങനെയാണ് നല്ലൊരു ക്യാരക്ടറൊക്കെ വന്നു കഴിഞ്ഞാൽ സംഗീതം ബേസ്ഡ് ആയിട്ടുള്ള ഒരു കഥയൊക്കെ സംഗീതം ബേസ്ഡുള്ള കഥയിൽ ഒരിക്കലും എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല. കാര്യം
സംഗീതത്തിൽ ഇപ്പം നന്നായിട്ട് പാടുന്ന പല ആളുകളുണ്ട്, പക്ഷെ അവർക്ക് പാട്ട് പാടി അഭിനയിക്കാൻ കഴിയണമെന്നില്ല. ഇപ്പം ലാലേട്ടൻ പാടി അഭിനയിക്കുന്നത് കാണുമ്പോഴത്തേക്ക് ഒരുപാട് സിനിമകളിൽ പാടി അഭിനയിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹം വളരെ നന്നായിട്ട് പാടുന്ന ഒരു സംഗീതജ്ഞൻ പാടിയാൽ ഷൂട്ട് ചെയ്താൽ അത്രയും ഭംഗി ഉണ്ടാവില്ല കണ്ട. അപ്പോൾ ഈ ചലനങ്ങൾ എന്ന് പറയുന്നത് പ്രാധാന്യമുള്ളതാണ്. ആ ഒരു പാട്ട് പാടി അഭിനയിക്കുന്നത്, ഇപ്പം ഞാൻ പാടിയൊരു പാട്ട് ഈ പറഞ്ഞ നല്ലൊരു ആക്ടർ അഭിനയിക്കുമ്പോഴാണ് കൂടുതൽ ഭംഗി വരുന്നത്. അപ്പം ഞാൻ തന്നെ അത് പാടുന്നതായിട്ട് ഷൂട്ട് ചെയ്താൽ അത്ര ഭംഗിയില്ല. അപ്പം അതുകൊണ്ട് സംഗീതജ്ഞനായിട്ടൊന്നും അഭിനയിക്കാൻ പറ്റുന്ന ഒരു ഭാവങ്ങൾ നമുക്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ അങ്ങനെയല്ല, കഥാപാത്രങ്ങൾക്ക് എങ്ങനെ വേണേലും മാറാമല്ലോ. അപ്പം രൂപം മാറല്ലോ. കോമഡിയും അല്ല, എന്നെ ഇപ്പം ഏത് എങ്ങനെ പിച്ചക്കാരനായിട്ട് അഭിനയിപ്പിച്ചാലും ലുക്ക് വൈസ് ഏതാണ് നന്നായിരിക്കും എന്നുള്ള ഡയറക്ടറാണ് തീരുമാനിക്കേണ്ടത്. അല്ല, അങ്ങനെ ഒരാളെ കുറിച്ച് പിച്ചക്കാരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറ്റപ്പെടുത്തി ഒരാളെ താഴ്ത്തി പറയുന്നതല്ല. ഭിക്ഷ എടുക്കേണ്ടി വരുന്നത് ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും ദയനീയമായ അവസ്ഥയാണ്. അപ്പം അങ്ങനെ ദൈന്യതയുള്ള ഒരു മുഖം എന്നിൽ കാണുന്നുണ്ടെങ്കിൽ അഭിനയിക്കാം എന്നാണ് ഉദ്ദേശമുള്ളൂ. എന്താണെങ്കിലും ഇത് ഇന്റർവ്യൂ കാണുമ്പോൾ ചിലപ്പോൾ പറയാൻ പറ്റില്ല സുധീപേട്ടന് കോൾസ് വരുമോ എന്നുള്ളത്. അപ്പം നമുക്ക് അല്ലെ, സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി തന്നെ ഒരു പ്രശസ്തനായ ഒരു സംവിധായകൻ എന്നെ അടുത്ത് സമീപിച്ചു. ആ പേര് ഞാൻ പറയുന്നില്ല, കാര്യം അത് ക്ഷണം ഞാൻ നിരസിച്ചു എന്ന് പറയാൻ പാടില്ല. അദ്ദേഹം എന്നോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സ്ക്രിപ്റ്റ് റെഡിയാക്കാം. കാര്യം പലപ്പോഴും സംസാരിക്കുന്ന നമ്മൾ പറഞ്ഞ ചില തമാശകളും ഇതൊക്കെ ഷെയർ ചെയ്തൊക്കെ കേട്ടിട്ടൊക്കെ ആയിരിക്കാം. അപ്പം പക്ഷെ എനിക്കൊരു പേടിയെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ അങ്ങനെ സബ്ജക്റ്റ് ഇല്ല. അദ്ദേഹം പറഞ്ഞ് നമുക്ക് ഇരുന്ന സബ്ജക്റ്റ് ഉണ്ടാക്കാണ്ട് നിങ്ങൾ അതിൻ്റെ ഡയലോഗ്സും കാര്യങ്ങളും അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എൻ്റെ മനസ്സിൽ തന്നെ ഒരു കഥ ഉണ്ടായി വന്ന് ഞാൻ തന്നെ അതിന് എഴുതിയിട്ട് അത് എനിക്ക് തന്നെ പൈസ ഉണ്ടായിട്ട് ഞാൻ തന്നെ പ്രൊഡ്യൂസറാണ്. അല്ലെ വേറൊരാളുടെ ജീവിതം ആ സ്ക്രിപ്റ്റ് മൂലം എന്തെങ്കിലും ഇല്ലാതാവാൻ എനിക്ക് ആഗ്രഹമില്ല. ഇപ്പോൾ ചേട്ടാ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് ചേട്ടൻ ഈ തിരക്ക് പിടിച്ച സമയത്ത് ഇവിടെ വന്നിരുന്ന ഒരുപാട് കാര്യങ്ങൾ പാട്ടിനെ കുറിച്ച് മാത്രമല്ല ചേട്ടൻ എഴുത്തിനെ കുറിച്ചിട്ടും കമ്പോസിങ്ങിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു തന്നതിൽ വളരെയധികം സന്തോഷം. ചേട്ടൻ ഇനി ഒരുപാട് നല്ല പാട്ടുകൾ പാടാനും കൂടെ അഭിനയിക്കാനുള്ള അവസരങ്ങളും വേഗം വേഗം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കിനി സ്ക്രീനിൽ കാണാം. അതിന് ഇപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാനേക്കാട്ടും മുന്നേ ഗുരുദക്ഷിണയായിട്ട് ദേവരാജ മാസ്റ്ററിന് സുധീപേട്ടൻ്റെ ഇഷ്ടമുള്ള ഒരു 4 വരി പാട്ടോട് കൂടിയിട്ട് നമുക്ക് ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. എന്തായാലും സന്തോഷം മീനാക്ഷിയോടൊപ്പം ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചപ്പോൾ. നമ്മളിപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രമല്ല ഉത്തരം പറയുന്നത്, പലപ്പോഴും അത് പറഞ്ഞ് വേറെ സ്ഥലത്തോട്ടൊക്കെ പോകും. അതെ അതെ അതെ. എനിക്ക് തോന്നുന്നു സുധീപേട്ടൻ്റെ പാട്ട് മാത്രമല്ല, സുധീപേട്ടൻ്റെ ഉള്ളിൽ ഒരു എഴുത്തുകാരനുണ്ട് എന്നുള്ളതൊക്കെ എനിക്ക് തോന്നുന്നു പലർക്കും അറിയില്ല തോന്നുന്നു. അങ്ങനെയല്ല, എഴുത്തുകാരെന്നൊന്നും അവകാശപ്പെടാൻ ഞാനായിട്ടില്ല. പക്ഷെ അങ്ങനെയല്ല, പക്ഷെ അത്യാവശ്യം വായിച്ചാൽ മനസ്സിലാവുന്ന ഒരാളുണ്ട് എൻ്റെ ഉള്ളിൽ. ഭാഷയെ സ്നേഹിക്കുന്ന ഒരാളുണ്ടെന്ന് പറയാൻ എനിക്കിഷ്ടം. എനിക്ക് നമ്മുടെ മലയാളം എന്ന് പറഞ്ഞ ലാംഗ്വേജിനോട് എനിക്ക് വലിയ പ്രണയമാണ്, പാട്ടുകളോട് പ്രണയമാണ്, സംഗീതത്തോടെന്നുള്ളത് പോലെ തന്നെ ഈക്വലി എന്ന് പറയാം. അതുകൊണ്ട് അങ്ങനെ സംസാരിച്ച് പോയെന്നുള്ളതേ ഉള്ളൂ. എപ്പോഴും ഈ പാട്ടുകൾ എന്ന് പറയുന്നത് ഈണങ്ങൾ മാത്രമല്ല, അതിൻ്റെ സാഹിത്യത്തിൻ്റെ ബ്യൂട്ടിയോടുകൂടി ഹൃദയത്തിലോട്ട് കയറ്റുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ എനിക്കിഷ്ടമുള്ളൊരു പാട്ട് പാടാം. ഇളഞ്ഞിപ്പൂ മണമൊഴുകി വരുന്നു, ഇന്ദ്രിയങ്ങളിലതു പടരുന്നു, പകൽക്കിനാവിൻ പനിനീർമഴയിൽ പണ്ടു നിൻമുഖം പകർന്ന ഗന്ധം. ഇലഞ്ഞിപ്പൂ മണമൊഴുകി വരുന്നു, ഇന്ദ്രിയങ്ങളിലതു പടരുന്നു, പകൽക്കിനാവിൻ പനിനീർമഴയിൽ പണ്ടു നിൻമുഖം പകർന്ന ഗന്ധം. ഇലഞ്ഞിപ്പൂ മണമൊഴുകി വരുന്നു. നന്ദി, നമസ്കാരം.